So hello all, എല്ലാവരും വന്നോ, ജോയിൻ ചെയ്തോ? ഗുഡ് ഈവനിങ് all. എല്ലാവരും റെഡിയാണോ? നമുക്കിന്ന് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലോ? ഇതിൽ പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് പാർട്ട് 2 അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കേട്ടാലും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. സോ ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ക്ലാസ് കഴിഞ്ഞാൽ പോയിട്ട് പാർട്ട് 1 കാണണം. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും അതിന് മുമ്പ് വരെയുള്ള പോർഷൻസൊക്കെ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. സോ എല്ലാവരും റെഡി അല്ലേ? ഓഡിയോ ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ എന്നുള്ളത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. റെഡിയാണോ? ഷാൽ വി ബിഗിൻ? സോ തുടങ്ങട്ടെ. ഓഡിയോ ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നമ്മൾ ഇനി പറയാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ടോക്ക് അബൌട്ട് എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസിനെ പറ്റി സംസാരിക്കാനുണ്ട്. പിന്നെ നമുക്ക് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസിൽ ഞാൻ പറഞ്ഞു ഭയങ്കര ഡെഡ്ലി ആയതും വേൾഡിൽ മില്യൺസ് ഓഫ് ഡെത്തിന് കോസും ആയിട്ടില്ല ക്യാൻസറിനെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡിക്ഷൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, വേരിയസ് കൈൻഡ്സ് ഓഫ് അഡിക്ഷൻസിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഓക്കെ, സോ shall I just do ഒരു ചെറിയൊരു റിവിഷൻ പോലെ? വിൽ ജസ്റ്റ് ഗോ ത്രൂ വാട്ട് വി ഹാഡ് ലേൺഡ്. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഒരു 5 minutes റീക്യാപ്പ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ബ്രഷ് അപ്പ് ആവും. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും പോയിന്റ്സ് ക്യാച്ച് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഹെൽത്ത് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു. വാട്ട് ഡു യു മീൻ ബൈ ഹെൽത്ത്? ദ മോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണെന്ന് പറഞ്ഞു. ലേറ്റർ വി ഡിസ്കസ്ഡ് റിഗാർഡിംഗ് വേരിയസ് കോമൺ ഡിസീസസ് സീൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അതിൽ നമ്മൾ ഫസ്റ്റ് ടൈഫോയിഡ് പറഞ്ഞു. ടൈഫോയിഡിൻ്റെ കോസറ്റീവ് ഓർഗാനിസം സാൽമണല്ല ടൈഫി ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഏത് ഡിസീസിനെ പറ്റിയാണ് പറഞ്ഞത്? ന്യൂമോണിയനെ പറ്റി പറഞ്ഞു. സർട്ടൻ അതർ ബാക്ടീരിയൽ ഡിസീസസ് ആർ ഓൾസോ ദെയർ. വൈറൽ ഡിസീസസിൽ നമ്മൾ കോമൺ കോൾഡ് പറഞ്ഞു. മെയിൻലി നമുക്ക് പ്രോട്ടോസോവൻ ഡിസീസ് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലേറിയ ആണ്. മലേറിയയുടെ ലൈഫ് സൈക്കിൾ ഇറ്റ്സ് കോസ്ഡ് ബൈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് അതിൻ്റെ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഓർഗാനിസം ഏതാണ്? പ്ലാസ്മോഡിയം ജീനസിൽ പെടുന്ന ഒരു ഓർഗാനിസമാണ്. ആ ഒരു ജീനസിൽ വേരിയസ് സ്പീഷീസ് ആണ്. ഏതൊക്കെയാണ്? വൈവാക്സ്, ഒവേൽ, ഫാൽസിപ്പാരം, പിന്നെ നോളസി, അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള അല്ലേ. അതിൽ തന്നെ നമുക്ക് ഏതാണ് ഈ ഫാൽസിപ്പാരം എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഡെഡ്ലി ആയിട്ടുള്ളത്. അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. പിന്നെ അമീബിയാസിസ്, അസ്കാരിയാസിസ്, ഫൈലേറിയാസിസ്, ആ ഒരു എലിഫൻറ്റിയാസിസ് എന്ന കോമൺ നെയിം ഉള്ള ഡിസീസ്. പിന്നെ റിംഗ്വർം ഇസ് എ കണ്ടീഷൻ വിച്ച് ഇസ് കോസ്ഡ് ബൈ ഫംഗൽ ഇൻഫെക്ഷൻ, നോട്ട് വേംസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസത്തിനെ പറ്റി പറഞ്ഞു. ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ദ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ബാരിയേഴ്സ് ആണ് വരുന്നത്. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ ആൻഡ് സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റീനെ പറ്റിയും സംസാരിച്ചു അല്ലേ. ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് ബേസ്ഡ് ഓൺ ആൻറ്റിബോഡീസ് ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് മെയിൻലി ടി സെൽ മീഡിയേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ, പാസീവ് ഇമ്മ്യൂണൈസേഷൻ്റെ ഒക്കെ എക്സാമ്പിൾസ് പറഞ്ഞു. ആ ഒരു കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അലർജീസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എല്ലാം പറഞ്ഞു. ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്, ലിംഫ് നോഡ്സ് അല്ലേ, ലിംഫ് നോഡ്സ് ടിഷ്യൂസ്, ലിംഫ് ടിഷ്യൂസ്, പിന്നെ വേറെ എന്തൊക്കെയാണ്, സ്പ്ലീൻ ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ അതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, സോ അത്രയാണ്. ആ ഒരു കീ ടേംസ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോയതാണ്. സോ വിൽ ബിഗിൻ പ്രോപ്പർ ഈ ഒരു സെഷനിൽ. ഫസ്റ്റ് ടോപ്പിക് തുടങ്ങാം. ഫസ്റ്റ് ടോപ്പിക് വി ഹാവ് ടു ഡിസ്കസ് ഇസ് എയ്ഡ്സ്. എന്താണ് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് ആക്ച്വലി ഒരു അബ്രിവേഷൻ ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, ആ വേർഡിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് ആൻ അക്വയർഡ് കണ്ടീഷൻ. ഓക്കെ, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് എന്ത് വരുന്നത്? ഒരു ഡെഫിഷ്യൻസി, എന്തോ ഒരു കുറവ് സംഭവിക്കുന്നത്. ആ രീതിയിലാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതൊരു സിൻഡ്രോമാണ്. സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉള്ള കണ്ടീഷൻ. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. യു കനോട്ട് സേ ഒരു സ്പെസിഫിക് സിംറ്റം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സിൻഡ്രോം എന്ന് വിളിക്കുക. സോ ദാറ്റ് ഈസ് എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം.
സോ ഇതിൻ്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്തത് 1981 അതിനു മുമ്പ് ഹ്യൂമൻസിലോട്ട് ട്രാൻസ്മിഷൻ നമുക്ക് അറിയില്ലായിരുന്നു. പണ്ട് എയ്പ്സിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു ഡിസീസ് ആയിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഹ്യൂമൻ കേസ് വാസ് റിപ്പീറ്റഡ് ഇൻ 1981. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും ഫേറ്റലായിട്ട് ഡെഡ്ലി ആയിട്ട് തുടരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ബിക്കം ബെറ്റർ. നമുക്ക് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. മോർ പ്രൊലോങ്ഡ് ആൻഡ് ഹെൽത്തിയർ ലൈഫ് എയ്ഡ്സ് പോസിറ്റീവായ പേഷ്യൻസിന് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഏതൊരു ഡിസീസിനെ പറ്റി നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഇതിനെ പറയാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, നമ്മളൊരു ഡിസീസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഡിസീസ്, അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം പഠിക്കും. കോസറ്റീവ് ഓർഗാനിസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയും. ഇവിടെ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയും. ഹൈ റിസ്ക് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കോസറ്റീവ് ഓർഗാനിസം പറയും. പിന്നെ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയും, ഹൈ റിസ്ക് ബിഹേവിയർ. ഓക്കെ, ഈ ഹെഡിങ്സ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും ആ ഹെഡിങ്സിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു വൈറൽ റെപ്ലിക്കേഷൻ, ഓക്കെ, ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷനും അതിൻ്റെ ആക്ഷനും എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കും. പിന്നെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? വിൽ ടോക്ക് അബൌട്ട് ദ സിംറ്റംസ് എന്തൊക്കെയാണുള്ളത്. പിന്നെ നമ്മൾ ടെസ്റ്റ് എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുന്നത്, എന്താണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്, എന്താണ് പ്രിവെൻഷൻ. ഇത്രയും സബ് ഹെഡിങ്സിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. സോ വിൽ ബിഗിൻ. നമുക്ക് ഈ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്നത് ഏത് വൈറസാണ്? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. ഓക്കെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ് ഡിസീസ് കോസ് ചെയ്യുന്നത്. അത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഒരു വൈറസ് ആണ്? ഇറ്റ് ഈസ് എ റെട്രോ വൈറസ്. ഓക്കെ, ഇറ്റ് ഈസ് എ റെട്രോ വൈറസ്. ഈ റെട്രോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൈറസ് ഹാസ് RNA ജീനോമാണ് അതിൻ്റെ സെല്ലിൻ്റെ അകത്തുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ ആൻ എൻവലപ്പ്. ഒരു എൻവലപ്പിൻ്റെ ഉള്ളിൽ ഒരു RNA മെറ്റീരിയൽ. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. സോ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന റെട്രോ വൈറസ് കാറ്റഗറിയിൽ പെടുന്ന HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് പറയാം. നമ്മൾ മുമ്പ് പഠിച്ച ഡിസീസസിനെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡ്സ് ഓഫ് ട്രാൻസ്മിഷനാണ് HIV, അതായത് എയ്ഡ്സ് ഡിസീസിന് വരുന്നത്. സോ എന്തൊക്കെയാണ്? പല മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്ഷുവൽ കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ കോൺടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ദാറ്റ്സ് എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അത് ആ രീതിയിൽ അസുഖം സ്പ്രെഡ് ചെയ്യാം. പിന്നെ എങ്ങനെയാണ്? ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് വരുമ്പോൾ ബൈ ഷെയറിങ് നീഡിൽസ്. ഒരു പേഷ്യൻ്റ്, ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ നീഡിൽ വേറൊരാൾക്കൊക്കെ യൂസ് ചെയ്ത്, ആസ് ഇൻ കേസ് ഓഫ് IV ഡ്രഗ് അബ്യൂസസ് ആൻഡ് ഫ്രം ഒരു HIV പോസിറ്റീവ് മദറിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്ലാസൻ്റ വഴി വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, ഇങ്ങനെ അമ്മേന്ന് കുഞ്ഞിലേക്ക് വരുന്നത് നമ്മൾ വേർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കും. ആ ഒരു ജനറേഷൻ, വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ അല്ലേ ഉണ്ടാകുന്നത്. സോ ഇനി അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ബിഹേവിയറുകൾ, എന്തൊക്കെ തരത്തിലുള്ള ഹൈ റിസ്ക് ബിഹേവിയറുകളായിരിക്കും ഇതിന് ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷന് റീസൺ ആവുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു സെക്ഷുവൽ കോൺടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അപ്പോൾ എനിവൺ ഹൂസ് ഹാവിങ് എ ഹൈ റിസ്ക് സെക്ഷുവൽ ബിഹേവിയർ, അതായത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു എയ്ഡ്സ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതായത് പിന്നെയുള്ളത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് വഴിയൊക്കെ വരണമെങ്കിൽ അത്രയും തവണ റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എടുക്കുന്ന കണ്ടീഷൻസ്, അതായത് തലസീമിയ, ബ്ലഡ് ഡിസോർഡേഴ്സ് വന്നാൽ, നമുക്ക് സർട്ടൻ ബ്ലഡ് ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എടുക്കേണ്ടി വരും. ആൻ എക്സാമ്പിൾ ഇസ് തലസീമിയ പോലെയുള്ള ഡിസീസസിൽ ഓർ ഈവൻ ബ്ലഡ് ക്യാൻസേഴ്സ് അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റെഗുലർ ഇൻ്റർവെൽസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻസിലൊന്നും ഇപ്പം അങ്ങനെയൊന്നും വരില്ല. കാരണം നമ്മൾ ബ്ലഡ് ബാങ്കിലൊക്കെ ബ്ലഡ് മേടിച്ച് വെക്കുമ്പോൾ എന്താണ്, നമ്മളെല്ലാ സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് പറയാം, ഓക്കെ, ദിസ് ഇസ് എ പോസിബിലിറ്റി. പിന്നെയുള്ളത് ഈ IV ഡ്രഗ് അബ്യൂസേഴ്സിലൊക്കെയാണ്. ഈ ഡ്രഗ് യൂസേഴ്സൊക്കെ സെയിം നീഡിൽ ഷെയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്കും എന്താണ് ഈ ഒരു എയ്ഡ്സ് ഡിസീസ് വരാനുള്ള സാധ്യത, ഹൈ റിസ്ക് ബിഹേവിയർ. ആൻഡ് ഓൾസോ അഗെയിൻ ഇൻ കേസ് ഓഫ് എ mother to a child. So is that clear? Causative organism, mode of transmissions, 4 ട്രാൻസ്മിഷൻ മോഡ്സ് പറഞ്ഞു. അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹൈ റിസ്ക് ബിഹേവിയേഴ്സിനെ പറ്റിയും പറഞ്ഞു. സോ ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറിക്കഴിഞ്ഞാൽ ബിഹേവ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ
നമ്മുടെ റെട്രോ വൈറസ്, ഈ HIV വൈറസ്, HIV എന്ന് പറയുന്നത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് മാക്രോഫേജസിനെയും T ഹെൽപ്പർ സെൽസിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കുക, നമ്മുടെ ബോഡിയുടെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് ചെന്നിട്ട് നമ്മുടെ മാക്രോഫേജസിനെ അറ്റാക്ക് ചെയ്യും. അത് കൂടാണ്ട് T ഹെൽപ്പർ സെൽസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ വൈറസിൻ്റെ കോട്ട്, അതിന് ചുറ്റുമുള്ള പ്രോട്ടീൻ കോട്ട്, ആ എൻവലപ്പ് മാറിയിട്ട് ആ RNA മെറ്റീരിയൽ മാത്രമാണ്, ഓക്കെ, വൈറൽ RNA മാത്രമാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്, നമ്മുടെ ഈ ഹ്യൂമൻ സെല്ലിൻ്റെ അകത്തേക്ക് കയറി. ഇനി എന്ത് സംഭവിക്കും? ഇവിടെ എന്താ ഉണ്ടാവും? നമുക്ക് നോർമലി എങ്ങനെയാണ് നടക്കുന്നത് അല്ലേ? ഒരു DNA നിന്ന് RNAയിൽ നിന്ന് പ്രോട്ടീൻ, അങ്ങനെയല്ലേ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ RNA ഇരിക്കുന്നത് RNA ആയിട്ടാണ് ഉള്ളത്. സോ എന്ത് നടക്കണം? ഈ RNA ഒരു DNA ആയിട്ട് മാറണം. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ആ വൈറസിൻ്റെ ഉള്ളിൽ തന്നെ ഈ എൻസൈം ഉണ്ട്. ഓക്കെ, ദ വൈറൽ DNA ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം. ദ വൈറസ് ഇറ്റ് സെൽഫ് ഹാസ് ദാറ്റ് എൻസൈം ഇൻ ഇറ്റ്സ് സെൽ. സോ ആ എൻസൈമിൻ്റെ സഹായത്തോടു കൂടെ ദിസ് RNA ഈസ് കൺവേർട്ടഡ് ടു DNA. ആൻഡ് ദിസ് DNA, ഈ DNA ഇൻ ടേൺ എന്ത് സംഭവിക്കും? നമ്മുടെ ഹ്യൂമൻ DNAൻ്റെ ഉള്ളിലോട്ട് ഇൻകോപ്പറേറ്റഡ് ആവും. ആ ഇൻകോപ്പറേറ്റഡ് ആവാനുള്ള എൻസൈംസ് എല്ലാം ആ ഒരു വൈറസിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ആ പറഞ്ഞ എൻസൈംസും കൂടെ നമ്മുടെ സെല്ലിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദോസ് എൻസൈംസ് ദിസ് DNA ഇസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ഹ്യൂമൻ DNA. ഓക്കെ, നമ്മുടെ DNAൻ്റെ ഉള്ളിലോട്ട് ഇൻകോപ്പറേറ്റഡ് ആയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ DNAക്ക് നോർമലി റെപ്ലിക്കേഷൻ നടക്കും അല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, ട്രാൻസ്ലേഷൻ നടക്കും. അതുപോലെ തന്നെ ഇവിടെ നടക്കും. ഇവിടെ ഈ DNA എന്തുണ്ടാവും? ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് RNA-നെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ RNA എന്ന് പറയുന്നതാണ് വൈറൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ RNA ഇൻടേൺ എന്തായിട്ട് മാറും? പുതിയ പുതിയ വൈറസസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യും? ഈ സെല്ല്, നമ്മുടെ ഹ്യൂമൻ സെൽസ് ഡിസ്ട്രോയിഡ് ആയിട്ട് പുതിയ വൈറസസ് പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ വൈറസ് ഇൻടേൺ വേറെ വേറെ സെല്ലുകളെ ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഡിസ്ട്രോയിഡ് ആവുന്നത് ഏത് സെല്ലുകളാണ്? നമ്മുടെ മാക്രോഫേജസും T ഹെൽപ്പർ സെൽസ് ഒക്കെയാണ് ഡിസ്ട്രോയിഡ് ആവുന്നത്. ആൻഡ് ഓൾ ദീസ് സെൽസ് ആർ ഇൻവോൾവ് ഇൻ മെയിൻറ്റെയിനിങ് അവർ ഇമ്മ്യൂണിറ്റി അല്ലേ. സോ ഒന്നുകൂടെ പറയാം, എന്താണ് റെപ്ലിക്കേഷൻ ഓഫ് റെട്രോ വൈറസസിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്? ദ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ ഇസ് RNA. സോ ഈ പറഞ്ഞ RNA, genetic material, and all those enzymes are introduced into the human cell. And which is the cell that is being affected? ഏത് സെല്ലാണ്? നമ്മുടെ ഹ്യൂമൻ മാക്രോഫേജസ് അല്ലെങ്കിൽ T ഹെൽപ്പർ സെൽസിൻ്റെ അകത്തോട്ടാണ് റിലീസ്ഡ് ആവുന്നത്. എന്നിട്ട് ആ RNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം എന്ത് നടക്കും? ഇറ്റ് ബിക്കംസ് എ DNA. RNA എന്തായിട്ട് മാറുന്നു? DNA ആയിട്ട് മാറുന്നു. ആ DNA നമ്മുടെ ഹ്യൂമൻ ജീനോമിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റഡ് ആവുന്നു. എന്നിട്ടോ ഈ ഹ്യൂമൻ ജീനോമിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മുടെ വൈറൽ RNA-നെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ വൈറൽ RNA പുതിയ പുതിയ വൈറസുകളായിട്ട് മാറും. അപ്പം നമ്മുടെ ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന സെല്ല് പൊട്ടിയിട്ട് ഈ വൈറസുകൾ പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള സെല്ലുകളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ വൈറസ് മെയിൻലി എന്തിനാണ് നമ്മുടെ ഈ സെല്ലിൻ്റെ അകത്തേക്ക് കയറുന്നത്? ദേ ആർ ടേക്കിംഗ് the cell. It requires another cell for its replication. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ മെഷീനറി ഉപയോഗിച്ചിട്ട് അതിൻ്റെ റെപ്ലിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇസ് ദറ്റ് ക്ലിയർ? സോ ഇങ്ങനെ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് സംഭവിക്കുന്നു? നമ്മുടെ T ഹെൽപ്പർ സെൽസും നമ്മുടെ ഈ പറഞ്ഞ മാക്രോഫേജസിൻ്റെയൊക്കെ നമ്പർ ഡിസ്ട്രോയിഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് ഡിസ്ട്രോയിഡ് ആവും തോറും നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ മുമ്പാണെങ്കിൽ ചെറിയ എന്താ പറയുക, ഒരു കോൾഡ് വന്നാലൊന്നും ചിലപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വൈറൽ ലോഡ് വന്നാലൊന്നും കുഴപ്പമുണ്ടാവില്ല. ബട്ട് പിന്നീട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമ്മൾ ചിലപ്പം മുമ്പ് നമ്മളുടെ ബോഡി ഡിഫെൻഡ് ചെയ്തിരുന്ന ഡിസീസസിനോടൊക്കെ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആയാലും നമ്മൾ ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങും. ഓക്കെ, സോ വെൻ ഇമ്മ്യൂണിറ്റി ഗെറ്റ് ലോവേർഡ് they get easily they get infections. വേറെ അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ തുടങ്ങും. ഓക്കെ, സോ ഈ T ഹെൽപ്പർ സെൽസ് കുറയുമ്പോൾ അത് മാത്രമല്ല ഉണ്ടാവുന്നത്, എന്തിനാ സെൽഫ് ഡെവലപ്പ് സിംറ്റംസ്. എന്തൊക്കെയാണ് വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ T ഹെൽപ്പർ സെൽസ് എന്ത് ചെയ്യുന്നു? പ്രോഗ്രസീവ്ലി കുറയുന്നു അല്ലേ. അപ്പോൾ എന്തുണ്ടാകും? ആ സമയത്ത് ദ പേഴ്സൺ സഫേഴ്സ് ഫ്രം ബൗട്ട്സ് ഓഫ് ഫീവർ, ഡയറിയ ആൻഡ് വെയ്റ്റ് ലോസ്. ഫീവർ, ഡയറിയ, വെയ്റ്റ് ലോസ് പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അത് കൂടാണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ കുറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പോൾ എന്തുണ്ടാവും? നോർമലി നമുക്ക് വരാൻ സാധ്യതയില്ലാതിരുന്ന
ചില ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് വരാൻ തുടങ്ങും. ദ പേഴ്സൺ ബിക്കംസ് മോർ സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻസ് ലൈക്ക് എന്തൊക്കെ? ബാക്ടീരിയ ലൈക്ക് മൈക്കോബാക്ടീരിയം, പിന്നെ വൈറൽ, ഫംഗൽ ആൻഡ് ഈവൻ പാരസൈറ്റ്സ് ലൈക്ക് ടോക്സോപ്ലാസ്മ. അപ്പോൾ ടോക്സോപ്ലാസ്മ, മൈക്കോബാക്ടീരിയം, വൈറൽ, ഫംഗൽ അങ്ങനെ ഈ രീതിയിലുള്ള വേറെ ഒത്തിരി തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ് എല്ലാം വന്നിട്ട് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി ലോഡായിട്ട് അങ്ങനെ പേഷ്യൻ്റ് വേഴ്സനായിട്ടാണ് അൾട്ടിമേറ്റ്ലി ഡെത്തിലേക്കൊക്കെ പോകുന്നത്. ബട്ട് ഇപ്പോഴത്തെ കാലത്ത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കൂടെയാണ് എന്തെന്ന് പറയുന്നത്, എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ സിംറ്റംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ നോർമലി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇൻഫെക്റ്റഡ് ആയാലും അയാളുടെ ബോഡി സിംറ്റംസൊക്കെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു ടൈം ലാഗ് ഉണ്ടാവും. ആ ഒരു ഇൻഫെക്ഷൻ അങ്ങോട്ട് വല്ലാണ്ട് സ്പ്രെഡ് ചെയ്തൊരു ആ ഒരു ഫ്യൂ മന്ത്സ് ടു ഇയേഴ്സ് വരെ എന്തുണ്ടാവും, ഒരു ടൈം ലാഗ് ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നമുക്ക് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞത്. ദെയർസ് എ ടൈം ലാഗ് ബിറ്റ്വീൻ ദ ഇൻഫെക്ഷൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് സിംറ്റംസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറയുന്നത് HIV വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ മോഡ് പറഞ്ഞു. ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? മാക്രോഫേജസിനെ, T ഹെൽപ്പർ സെൽസിനെ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ RNA അത് DNA ആയി സെല്ലിനകത്ത് കയറിയിട്ട് പിന്നെ അത് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് പുതിയ വൈറൽ മെറ്റീരിയൽസിന് ഉണ്ടാക്കും. ദെൻ ദർ ഇസ് എ ലാഗ് പീരിയഡ്, ഒരു ലാഗ് പീരിയഡ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഗോൾഡൻ വിൻഡോ എന്നൊക്കെ വിളിക്കും. ഓക്കെ, ആ ഒരു പീരിയഡ് കഴിഞ്ഞിട്ടേ എന്തുണ്ടാകത്തുള്ളൂ, സിംറ്റംസ് വരുള്ളൂ. ഇനി ഈ T ഹെൽപ്പർ സെൽസ് വല്ലാണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് വരുന്നത്? ഫീവർ, ഡയറിയ, വെയിറ്റ് ലോസ്. അത് കൂടാണ്ട് വി ബിക്കം സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻസ് വിച്ച് അതർവൈസ് വുഡ് ഹാവ് നോട്ട് കം. മുമ്പായിരുന്നെങ്കിൽ വരുമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഇൻഫെക്ഷൻസ് ആണ് അങ്ങനെയുള്ളത്? മൈക്കോബാക്ടീരിയം, വൈറൽ, ഫംഗൽ ആൻഡ് പാരസൈറ്റ്സ് ലൈക്ക് ടോക്സോപ്ലാസ്മ. ഇനി നമുക്ക് എന്ത് പറയണം? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പറയണം. സോ വാട്ട് ഈസ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ദാറ്റ് വി ഡു ഹിയർ? എലീസ. ഓക്കെ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസ്സേ. ഈ പറയുന്ന ടെസ്റ്റ് വഴിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? HIV ഡിസീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ART. ഓക്കെ, നിങ്ങൾക്ക് ART എന്ന് പറഞ്ഞാൽ ആൻറ്റി റെട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, ആൻറ്റി റെട്രോ വൈറൽ ഡ്രഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡ്രഗ്സ് നമുക്ക് പല പല റെജിമെൻറ്റ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ പറഞ്ഞ റെജിമെൻറ്റ്സ് കൃത്യമായിട്ട് പേഷ്യൻസ് ഫോളോ ചെയ്താൽ അവരുടെ ലൈഫ് വളരെയധികം പ്രൊലോങ് ചെയ്യാൻ പറ്റും. കുറേ പേർക്കും ഇപ്പോഴൊക്കെ നോർമൽ രീതിയിൽ തന്നെയുള്ളൊരു ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ എയ്ഡ്സ്. നമുക്ക് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയാണ് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്തിനെ പറ്റിയാണ്? പ്രിവെൻഷനാണ്. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ഈ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? സോ നമ്മൾ ആ ഹൈ റിസ്ക് അല്ലേ, ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്ന മോഡ്സ് പറഞ്ഞില്ലേ, ആ മോഡ്സ് വരാതെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അസുഖം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാമല്ലോ അല്ലേ? സോ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആൻഡ് സെക്ഷൽ അങ്ങനത്തെ ബിഹേവിയേഴ്സ്, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരിൽ നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഷുഡ് ബി കെയർഫുൾ അബൌട്ട്? ദേ ഷുഡ് യൂസ് കോണ്ടംസ് അല്ലേ, പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം. ആൻഡ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ദേ ഷുഡ് ഗെറ്റ് റെഗുലർ ചെക്കപ്സ്. സോ അങ്ങനെ ഒരു കാര്യം. പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? IV ഡ്രഗ് അബ്യൂസസ്. ഈ പറഞ്ഞ രീതിയിൽ IV ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യരുത്. ഡ്രഗ് ഇറ്റ് സെൽഫ് ഇസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്, റൈറ്റ്? ഓക്കെ, അത് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ലേറ്റർ നമ്മൾ പറയും. സോ അത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയറിങ് നീഡിൽസ് ഷുഡ് ബി അവോയ്ഡഡ് ഇറ്റ് എനിവേ. ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ ഈ ലോ രീതിയിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്സ് ആണെങ്കിൽ നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള നീഡിൽസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വൺ ടൈം യൂസ് ചെയ്യുന്ന രീതിയിലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ദെൻ നമുക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസിൻ്റെ സമയത്ത് റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നവർക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. വി ഡു സ്ക്രീനിങ് ടെസ്റ്റ്. നമ്മൾ ഈ ബ്ലഡ് റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡുകളുണ്ടല്ലോ മറ്റ് ഡോണേഴ്സിന് കൊടുക്കുന്ന ആ ബ്ലഡ് എന്ത് ചെയ്യും? നമ്മൾ ചെക്ക് ചെയ്യും. വി ചെക്ക് ഫോർ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് റിലേറ്റഡ് ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പോൾ HIV നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്ക്രീനിങ് ചെയ്യാറുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ബ്ലഡ് സേഫ് ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. വി ഷുഡ് എൻഷുർ ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി നമ്മൾ പിന്നെ എന്തൊക്കെ ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് എല്ലായിടത്തും ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേറ്റ് ദം റിഗാർഡിംഗ് സേഫ് സെക്സ് പ്രാക്ടീസസ്. ദെൻ വാട്ട്? കൺട്രോളിംഗ് drug abuse. Obviously drug is never a good thing, right?
സോ അത് എന്തായാലും എൻഷുർ ചെയ്യണം. ദെൻ ദർ ആർ പീപ്പിൾ ഹു ഹാവ് ദീസ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഗെറ്റ് റെഗുലർ ചെക്കപ്സ് ഫോർ HIV സസെപ്റ്റബിൾ പോപ്പുലേഷൻസ്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണോ? ആൻഡ് ഇവിടെ ഒരു ഇടയിലൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ ഇൻ ആ കൺട്രി ഏത് ഓർഗനൈസേഷനാണ് ഈ എയ്ഡ്സ് ഡെവലപ്ഡ് ആയിട്ടുള്ള പീപ്പിളുമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നത്? ദർ ആർ മെനി NGOs ഓൾസോ. ദർ ഇസ് NACO, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഓക്കെ, NACO, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. പിന്നെ കുറേ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ എന്തിൽ പഠിക്കാനുള്ളത്? എയ്ഡ്സ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൻഡ് ദർ ഇസ് എ തിങ് ദറ്റ് യു ഷുഡ് റിമെമ്പർ, ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നറൻസ്. ഓക്കെ, വി ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ട് ആർ ദ ഹെഡിങ്സ് ദാറ്റ് വി ടോൾഡ്? എയ്ഡ്സ് എന്താണ് അതിൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞു. ഐ നീഡ് യു ടു റിമെമ്പർ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്തൊക്കെയാണ് പറഞ്ഞത്. കോസേറ്റീവ് ഓർഗാനിസം ഏതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു റിമെമ്പർ. ദെൻ ദർ ആർ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ആ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഹൈ റിസ്ക് ബിഹേവിയേഴ്സ് ഉണ്ട്. ആൻഡ് ദെൻ വി ടോക്ട് അബൌട്ട് റെപ്ലിക്കേഷൻ. എങ്ങനെയാണ് ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മെക്കാനിസം എടുക്കുന്നത്. ആ ഒരു ഡയഗ്രം വെച്ചിട്ട് തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. 2 സെൽസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അത് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് സിംറ്റംസ് വരുന്നത്. ആൻഡ് വി ബിക്കം മോർ സസെപ്റ്റബിൾ. അപ്പോൾ നമ്മൾ 2 നെയിംഡ് ഇൻഫെക്ഷൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഇൻഫെക്ഷൻസ്. ഓക്കെ, പിന്നെ ഉള്ളത് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ടെസ്റ്റ്, ആ ഒരു നെയിമിൻ്റെ എക്സ്പാൻഷൻ, ആൻഡ് ദെൻ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു, ആൻഡ് പ്രിവെൻഷൻ പറഞ്ഞു. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. സോ ഷാൽ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്? പോവാം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് ഈസ് വെരി ഡെഡ്ലി. ഇപ്പോഴത്തെ പോപ്പുലേഷനിൽ ഒത്തിരി പേരെടുക്കുകയാണെങ്കിലും മില്യൺസ് ആർ ഡൈയിങ് ഡ്യൂ ടു ദിസ് ഡിസീസ് അല്ലേ, ക്യാൻസർ. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസസ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ഹെൽത്തും അതിൻ്റെയൊക്കെ ഇത് കാരണം ഈ ഇൻസിഡൻസും വല്ലാണ്ട് കൂടി വരുന്നുണ്ട്. നമ്മുടെ വാർഡൊക്കെ എടുത്താലും നമുക്ക് ഒത്തിരി പേഷ്യൻസിനെ കാണാൻ പറ്റും. സോ അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരു ക്യാൻസർ വരുന്ന രോഗിയിൽ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോർമലി ഉള്ളതിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? സോ ദർ ഇസ് എ തിങ് കോൾഡ് ആസ് കോൺടാക്ട് ഇൻഹിബിഷൻ. നമ്മുടെ ബോഡിയിലെ സെല്ലുകൾക്ക് സർട്ടൻ റെഗുലേറ്ററി മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ സെൽ ഡിവിഷൻ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് നടക്കുന്നത്. ദർ ആർ റെഗുലേറ്ററി മെക്കാനിസംസ്. എന്തുണ്ട്? റെഗുലേറ്ററി മെക്കാനിസംസ് ഉണ്ട്. അപ്പം ആ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ഇൻഹിബിഷനാണ്. അതായത് ഒരു സെല്ലും ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ദർ ആർ സർട്ടൻ സിഗ്നലിങ്സ് ഗോയിങ് ഓൺ ദറ്റ് ഇൻഹിബിറ്റ്സ് ദിസ് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ. ഓക്കെ, നമ്മുടെ അൺകൺട്രോൾഡ് ഡിവിഷൻ ഒഴിവാക്കാനായിട്ട് നമ്മുടെ സെല്ലുകൾക്കിടയിൽ കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, 2 സെല്ല് അടുത്ത് നിൽക്കുമ്പോൾ അവർക്കിടയിലുള്ള റെഗുലേറ്ററി മെക്കാനിസം, അതാണ് കോൺടാക്ട് ഇൻഹിബിഷൻ. ഈ ഒരു ഇൻഹിബിഷൻ ലോസ്റ്റ് ആയാൽ എന്ത് സംഭവിക്കും? അവർ വല്ലാണ്ട് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ഇല്ലേ? അത് തന്നെയാണ് എന്തിൽ സംഭവിക്കുന്നത്? ക്യാൻസറിൽ സംഭവിക്കുന്നത്. സോ ദേ ലൂസ് ദിസ് പ്രോപ്പർട്ടി. ക്യാൻസർ സെൽസിന് ഈ പ്രോപ്പർട്ടി ലോസ്റ്റ് ആയിരിക്കും. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഭയങ്കര വലിയ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ പ്രൊഡ്യൂസസ് മാസ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്യൂമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് മാസ് ഓഫ് സെൽ ഇസ് കോൾഡ് ആസ് ട്യൂമർ. ഇനി ഈ പറഞ്ഞ ട്യൂമർ 2 രീതിയിലുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ആ 2 രീതിയിലുള്ള ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? 2 രീതിയിലുള്ള ട്യൂമേഴ്സ് എന്ന് പറയുന്നത്, ദർ ആർ ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്. ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്. ഓക്കെ, സോ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ടോപ്പിക്കിൻ്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞതിലാണ്, വെസ്റ്റേൺ ബ്ലോട്ട് അല്ലേ കൺഫർമേറ്ററി ടെസ്റ്റ്? യെസ്, കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് തന്നെയാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് എലീസ പറഞ്ഞത്. എലീസ ഉണ്ട്, വെസ്റ്റേൺ ബ്ലോട്ട് ഉണ്ട്, വേറെയും കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ NCERT ടെക്സ്റ്റിൽ പറഞ്ഞ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എലീസയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ വിൽ കം ബാക്ക് ടു ദ പോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്യൂമറാണ്. മാസ് ഓഫ് സെൽസ് ഉണ്ട്. ഈ മാസ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് തന്നെ എങ്ങനെയുണ്ട്?
രണ്ട് ടൈപ്പാണുള്ളത്. ബിനൈൻ ട്യൂമേഴ്സും ഉണ്ട്, മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് ഉണ്ട്. ബിനൈൻ ട്യൂമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ കൺഫൈൻഡ് വിത്തിൻ ദിയർ ഒറിജിനൽ ലൊക്കേഷൻ. ആ ഒരു ഒറിജിനൽ ലൊക്കേഷൻ്റെ ഉള്ളിൽ മാത്രമേ ആരുണ്ടാവുള്ളൂ, ബിനൈൻ ട്യൂമേഴ്സ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറിജിനൽ ലൊക്കേഷനെ കടന്ന് ബാക്കിയുള്ള നോർമൽ ടിഷ്യൂസിൻ്റെ അകത്തോട്ടൊക്കെ ഇൻവേഡ് ചെയ്ത് അവരെയും ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, ദേ ഇൻവേഡ് ടു ദ നോർമൽ ടിഷ്യൂസ്, ഡിസ്ട്രോയ് ദോസ് ടിഷ്യൂസ്. ആൻഡ് ദീസ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് എന്ന് പറയണമെങ്കിൽ വീണ്ടും ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ഈ സെൽസും അതിൻ്റെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസൊക്കെ ബ്ലഡിലൂടെയും വേറെയുള്ള മീഡിയത്തിലൂടെയൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഡിസ്പെൻസ് ചെയ്യും. പല സ്ഥലത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും, അവിടെയെല്ലാം വീണ്ടും ട്യൂമർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, അങ്ങനെ ഒരു സ്ഥലത്ത് ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായ ശരീരത്തിലെ വേറെ ലൊക്കേഷനിലും സെയിം ട്യൂമറുകൾ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വി കോൾ ഇറ്റ് മെറ്റാസ്റ്റാസിസ്. സോ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിന് എന്തുണ്ട്, ഈ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇസ് ദാറ്റ് ക്ലിയർ ആണോ? സോ എന്താണ് സംഭവിക്കുന്നത്, ഈ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിൽ സെൽസ് വളരെ റാപ്പിഡ്ലി വളരും, നമ്മുടെ നോർമൽ ടിഷ്യൂസിനെയും ഡാമേജ് ചെയ്യും, അവരുടെ ന്യൂട്രിയൻസും എടുക്കും. മാത്രമല്ല ഈ പറഞ്ഞ സ്ലഫ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ടിഷ്യൂസും മെറ്റീരിയലും എല്ലാം ബ്ലഡിലൂടെ മാത്രമല്ല, ദർ ആർ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, സോ ഡിസ്റ്റൻസ് സൈറ്റുകൾ ശരീരത്തിലെ മറ്റു പല ഭാഗങ്ങളിലും പോയിട്ട് ലോഡ്ജ് ചെയ്തിട്ട് അവിടെയും അതേ ട്യൂമർ ഉണ്ടാക്കും. ഓക്കെ, അവിടെയും അതേ സെല്ലുലാർ പ്രോപ്പർട്ടിയുള്ള ട്യൂമർ ഉണ്ടാക്കും. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് കണ്ടീഷൻ. നമ്മൾ ജനറലി മെറ്റാസ്റ്റാസിസ് ഒക്കെ വന്ന് വേറെ ഇപ്പോൾ ബോണിലും ലങ്സിലേക്കൊക്കെ വേറൊരു വയറിലോ ഇൻറ്റസ്റ്റൈനിലോ അല്ലെങ്കിൽ പറയുന്ന യൂട്രസിലോ ഒക്കെ ഒരു ട്യൂമർ വന്നിട്ട് അത് ലങ്സിലോ ബോണിലേക്കൊക്കെ എത്തിയാൽ പിന്നെ ഒരു പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദേ slowly deteriorate. So metastasis is a condition that is something that we fear. Okay, so is that clear, the two types of tumor? ഇനി നമുക്ക് പറയാനുള്ളത് ആസ് യൂഷ്വൽ കോസ് ആണ്. എന്താണ് ഈ ക്യാൻസർ കോസസ് എന്ന് പറയുന്നത്? ഓക്കെ, there are several agents that causes cancer. ഏതൊക്കെയാണ് കോസസിന് നമുക്ക് എങ്ങനെയൊക്കെ പറയാം, 3 ടൈപ്പ് ഓഫ് കോസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ കോസസ് ഉണ്ട്, then there is chemical causes and also there is biological causes. Clear ആണോ? There is physical, chemical and biological causes. അപ്പോൾ അതിൽ ഫിസിക്കൽ കോസസിൽ പെടുന്ന ഒരു സംഭവമാണ് അയണൈസിങ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. When people are exposed to more amount of ionizing radiation. So what are these ionizing radiations? നമ്മൾ ionizing radiations കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്റേ, ഗാമ റേസ് ആൻഡ് ഇത് അയണൈസിങ് റേഡിയേഷൻ. അതല്ലാണ്ട് എന്തുമുണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷൻസും ഉണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണുള്ളത്? അയണൈസിങ് റേഡിയേഷൻസും ഉണ്ട്, കാണാവോ നിങ്ങൾക്ക്? അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ട്. അതിൽ അയണൈസിങ് റേഡിയേഷൻസിൽ എക്സ്റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്. നോൺ അയണൈസിങ് റേഡിയേഷനാണ് UV റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ദറ്റ് ക്ലിയർ? സോ ദീസ് ആർ സം ഫിസിക്കൽ ഏജൻറ്റ്സ്. പിന്നെ കെമിക്കൽ ഏജൻറ്റ്സ് എന്ന് പറയുന്നത് ടുബാക്കോ ആണ്. നമുക്ക് ടുബാക്കോ എന്തിലാണുള്ളത് അല്ലേ? സ്മോക്കിംഗ്, സിഗരറ്റ്സ് അല്ലേ? സിഗരറ്റ്സിലെ ടുബാക്കോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോമൺ കാർസിനോജൻ, കെമിക്കൽ കാർസിനോജൻ. നമ്മൾ ഒട്ടുമിക്ക കേസസ് എടുത്ത് നോക്കിയാലും പേഷ്യൻസ് എടുത്താലും ദർ വിൽ ബി എ ഹിസ്റ്ററി ഓഫ് സ്മോക്കിംഗ്. ഒരു 20 years 30 years സ്പാൻ, അവരുടെ ആ ഒരു ചെറിയ പ്രായം തൊട്ട് തുടങ്ങിയിട്ടുള്ള സ്മോക്കിംഗ് ഹിസ്റ്ററി എന്തായാലും ഉണ്ടാവും. സ്മോക്കിംഗ് ഓർ ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. സോ ഒരു കെമിക്കൽ കാർസിനോജനാണ് എന്ത്? ടുബാക്കോ. ഓക്കെ, ടുബാക്കോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ബയോളജിക്കൽ ഏജൻറ്റ്സ് ആണ്. ബയോളജിക്കൽ ഏജൻറ്റ്സിൽ പെടുന്നതാണ് വൈറൽ ഓൺകോജൻസ് എന്ന് പറയുന്നത്. certain വൈറസസിൽ എന്തുണ്ട്, ഈ certain viruses are oncogenic, അതായത് അവർ ക്യാൻസർ കോസിങ് ആണ്. അത്തരത്തിലുള്ളൊരു വൈറസിൻ്റെ എക്സാമ്പിളാണ് HPV എന്ന് പറയുന്നത്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും.
ഓക്കെ, ഇവരൊക്കെ എന്താണ്? ഓൺകോജനിക് ആയിട്ടുള്ള വൈറസുകളാണ്. അവർക്ക് ഉള്ളിൽ എന്തുണ്ട്? വൈറൽ ഓൺകോജൻസ് ഉണ്ട്. ദേ കോസസ് ക്യാൻസർ. ആൻഡ് ഓൾസോ നമ്മുടെ ബോഡിയിലും ദർ ആർ സർട്ടൻ പ്രോട്ടോ ഓൺകോജൻസ്. ഈ പറഞ്ഞ പ്രോട്ടോ ഓൺകോജൻസ് സംടൈംസ് എന്തായിട്ട് മാറും? ഒരു സിറ്റുവേഷൻസ് വന്നാൽ ഇഫ് ദേ ആർ സിറ്റുവേഷൻ കം സംടൈംസ് ദേ ഗെറ്റ് കൺവേർട്ടഡ് ടു ഓൺകോജൻസ്. അങ്ങനെ എന്തുണ്ടാവും? അങ്ങനെയും ക്യാൻസർ വരാം. സോ ദീസ് ആർ ഫ്യൂ കോസസ്. വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓരോ മാലിഗ്നൻസിയും വേറെ വേറെ എടുത്ത് പഠിക്കേണ്ടതാണ്. ബട്ട് ദിസ് ഈസ് എ ജനറൽ സെൻസിറ്റൈസേഷൻ. സോ കോസസ്, ഫിസിക്കൽ കോസസ് ഉണ്ട്, കെമിക്കൽ കോസസ് ഉണ്ട്, ബയോളജിക്കൽ കോസസ് ഉണ്ട്. സോ ഫിസിക്കൽ കോസസിൽ എന്താണ്? അയണൈസിങ് റേഡിയേഷൻ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ദർ ഇസ് നോൺ അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷനിൽ എക്സ്റേ, ഗാമ റേസ്. ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻസിൽ UV റേസ്. ആൻഡ് ദെൻ കെമിക്കൽ എക്സാമ്പിൾ ടുബാക്കോ ആണ് പറഞ്ഞത്. ബയോളജിക്കൽ ഏജൻസിൽ നമുക്ക് എന്തുണ്ട്? സർട്ടൻ വൈറസസ്, ഓൺകോജനിക് വൈറസസ് ഉണ്ട്. ദെൻ പ്രോട്ടോ ഓൺകോജൻസിനെ പറ്റിയും പറഞ്ഞു. സോ ദിസ് ഇസ് ജസ്റ്റ് എ വേഗ് ആയിട്ടുള്ള കാര്യമാണ്. സംബഡി ഹാസ് ആസ്ക്ഡ് റിയൽ കോസ് ഓഫ് ക്യാൻസർ സ്റ്റിൽ അൺഡിസ്കവേർഡ് അല്ലേ? ക്യാൻസറിന് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സെല്ലുകൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ഇൻഹിബിഷനൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. സെല്ലുകൾ വല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എല്ലാം ആക്ച്വലി വളരെ മൈന്യൂട്ടായിട്ട് ജനറ്റിക് ലെവലിലാണ് നടക്കുന്നത്. ഓരോ ക്യാൻസറിനും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ജനറലായിട്ട് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സോ കോസസ് ഓഫ് ക്യാൻസേഴ്സ് എക്സാക്ട് മെക്കാനിസം ചിലതിൽ ക്ലിയർ ആണ്, ചിലതിൽ ക്ലിയർ അല്ല. ആൻഡ് എന്താ പറയുക, ഒരു ജനറൽ ക്യൂർ എന്നുള്ള രീതിയിലും വന്നിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഡിസ്കവറി ഉണ്ടല്ലോ അല്ലേ, ഒരു ഏതാ കാർസിനോമയിൽ, ഈ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാർസിനോമയിൽ എന്തുണ്ടായിട്ടുണ്ട്? ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് അത് എല്ലാവരെയും എന്താ പറയുക, എല്ലാവരും ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇതുവരെ റിലാപ്സ് ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫീൽഡ്, ദെയർ ലോട്ട്സ് ഓഫ് റിസർച്ച് ഇസ് ഗോയിങ് ഓൺ. സ്റ്റിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി വൺ ഡേ ദെൽ ബി എ ഡ്രഗ്. വെറുതെ പനിക്ക് മരുന്നൊക്കെ കഴിക്കുന്ന പോലെ ക്യാൻസറിന് ഗുളിക കഴിക്കുന്ന ഒരു കാലം വരുന്നതായിരിക്കാം. സോ വിൽ കണ്ടിന്യൂ. അപ്പം നമ്മൾ കോസസ് പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് എന്താണ്? ഹൗ ഡു വി ഐഡൻറ്റിഫൈ? നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഡയഗ്നോസിസിൻ്റെ പാർട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റേഡിയോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് അല്ലേ? നമുക്ക് ശരീരത്തിൽ ഇങ്ങനെ ഒരു ട്യൂമർ, ഒരു മുഴയുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ക്യാൻസർ സ്വഭാവമുള്ള മുഴയാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. ഏതൊക്കെയാണത്? എക്സ്റേസ്, CT, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, CT സ്കാൻ എടുക്കാം, MRI എടുക്കാം, PET സ്കാൻ എടുക്കാം. ഇതെല്ലാം തന്നെ എന്താണ്? റേഡിയോളജിക്കൽ ടെസ്റ്റുകളാണ്. ഓക്കെ, റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തുണ്ടാവും? ഇതിൽ ഒരു മാസ് ഓഫ് ഇത്ര സൈസ്, അതിനെന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സജസ്റ്റിംഗ് അത് ചിലപ്പോൾ ഒരു മാലിഗ്നൻസി, ഒരു ക്യാൻസർ ആവാം എന്ന് പറയാം. അപ്പോൾ അതാണ് ഒരു വേ ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലുലാർ ലെവലിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യും? ബയോപ്സി എടുക്കും. ദാറ്റ്സ് ദ കൺഫർമേറ്ററി ഡയഗ്നോസിസ്. ഓക്കെ, ദാറ്റ്സ് ദ ഡെഫിനറ്റ് കൺഫർമേറ്ററി ഡയഗ്നോസിസ്. നമ്മളൊരു ടിഷ്യൂ, നമ്മൾ ഈ പറഞ്ഞ ട്യൂമർ മാസിൽ നിന്നുള്ള ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡി നടത്തും. അതിൻ്റെ സെല്ലുകൾ എടുത്ത് നോക്കും. ഈ വന്ന സെല്ലുകൾ നമുക്ക് എന്താണ്? അതിന് സ്പെസിഫിക് ആയിട്ട് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ടാവും. ദാറ്റ്സ് എ കൺഫർമേറ്ററി ടെസ്റ്റ്. സോ ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡീസാണ് മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇസ് ദറ്റ് ക്ലിയർ? എന്തൊക്കെയാണുള്ളത്? ദർ ഇസ് ഹിസ്റ്റോപത്തോളജിക്കൽ ടെസ്റ്റ്, പിന്നെ റേഡിയോഗ്രഫി ലൈക്ക് എക്സ്റേ, CT, MRI. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ബ്ലഡിനെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് മാലിഗ്നൻസീസ് ആണെങ്കിൽ, ലുക്കീമിയ പോലെയുള്ള ഡിസീസസ് ആണെങ്കിൽ നമുക്ക് ബ്ലഡിലെ സെൽ കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് പോസിബിൾ. ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് ഇൻ കേസ് ഓഫ് ലുക്കീമിയ. സോ പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ സർട്ടൻ ആൻറ്റിബോഡീസ്. ഓക്കെ, സർട്ടൻ ആൻറ്റിജൻ സ്പെസിഫിക് ആയിട്ടൊക്കെ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൻറ്റിബോഡി ഡിറ്റക്ഷനും കൂടെ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി ക്യാൻ ഡിറ്റക്റ്റ് ക്യാൻസർ. സോ ഏതൊക്കെയാണ്? റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, CT, MRI, PET സ്കാൻ, എക്സ്റേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബയോപ്സി എടുത്തിട്ട് അതിന് ഹിസ്റ്റോപത്തോളജി സ്റ്റഡി നടത്താം. ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ബ്ലഡ് നമ്പേഴ്സും കാര്യങ്ങളും നോക്കാം. അത് ലുക്കീമിയ പോലെയുള്ള ഡിസീസസിലാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, പിന്നെ മോളിക്കുലാർ ബയോളജിയുടെ ടെക്നിക്സ് ഉണ്ട്.
പിന്നെ ആൻറ്റിബോഡീസ് നമ്മൾ പറഞ്ഞു. ആൻറ്റിബോഡീസ് അഗെയിൻ സർട്ടൻ ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ്, അതും നമുക്ക് കണ്ടുപിടിക്കാം. ആൻറ്റിബോഡീസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ മോളിക്കുലാർ ലെവൽ, മോളിക്കുലർ വൈസ് സർട്ടൻ ജീൻസ്, നമ്മൾ ഈ ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട്, അതിനെയും ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്, ഡിറ്റക്ഷൻ, ഡയഗ്നോസിസ്, എങ്ങനെ നമുക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാമെന്നതിനെ പറ്റി പറയാൻ. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല മോഡാലിറ്റീസ് ആണുള്ളത്. ഓക്കെ, ഒരു മാസ് നമുക്കുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്യണം. മിക്കവാറും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, വി ഡു സർജറി. സർജറി ചെയ്തിട്ട് ആ മാസ് റിമൂവ് ചെയ്യും. പിന്നെ എന്താണ്, റേഡിയേഷൻ, നമ്മൾ എന്ത് കൊടുക്കും, റേഡിയേഷൻ തെറാപ്പി കൊടുക്കും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ട്യൂമർ സെൽസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് റേഡിയേഷൻ കൊടുക്കും. അതിൻ്റെ ചുറ്റുമുള്ള നോർമൽ സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ. നോർമൽ സെല്ലിനെ നമ്മൾ ഒരിക്കലും റേഡിയേഷൻസിനോട് എക്സ്പോസ്ഡ് ആക്കരുത്, ബിക്കോസ് ഇറ്റ്സ് ഹാംഫുൾ. ഈ ട്യൂമർ സെൽസിന് നമ്മൾ എന്ത് ചെയ്യും, റേഡിയേഷൻ തെറാപ്പി കൊടുക്കും. പിന്നെയുള്ള തെറാപ്പി എന്ന് പറയുന്നത് കീമോതെറാപ്പിയാണ്. ഓക്കെ, റേഡിയേഷൻ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി ഈസ് നോട്ട് സെയിം. പലരും നമ്മൾ കീമോതെറാപ്പി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പേഷ്യൻസ് കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക റേഡിയേഷൻ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ റേഡിയേഷൻ തെറാപ്പി ഈസ് ഡിഫറെൻറ്റ്. കീമോതെറാപ്പി ഈസ് ആക്ച്വലി ഡ്രഗ്സ് കൊടുക്കുന്നതാണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. സർട്ടൻ ഡ്രഗ്സ് ആർ യൂസ് ടു കിൽ ക്യാൻസറസ് സെൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കീമോതെറാപ്പി ചെയ്യാം, റേഡിയേഷൻ തെറാപ്പി ചെയ്യാം, സർജറി ചെയ്യാം. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ഇമ്മ്യൂണോതെറാപ്പി ചെയ്യും. അതിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത് വെച്ചാൽ ഈ ആൽഫ ഇൻറ്റർഫെറോൺസ് പോലെയുള്ള സംഭവങ്ങളുണ്ട്. ദേ ആർ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്. ഇവർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു ക്യാൻസർ അങ്ങനെയുള്ള സ്പെസിഫിക് സെൽസിനെ മാത്രം ചെന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആൽഫ ഇൻറ്റർഫെറോൺസ്, ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്, ഈ പറഞ്ഞ ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ജനറലി ഒരു ഒറ്റ മോഡാലിറ്റിയിലല്ല നമ്മൾ ചെയ്യാറ്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അത് ഓരോ പേഷ്യൻറ്റിന് സ്പെസിഫിക് ആയിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ചെറിയ ട്യൂമർ ആണെങ്കിൽ സർജറി ചെയ്യും, ചിലപ്പോൾ റേഡിയേഷൻ കൊടുക്കേണ്ടി വരും. വലിയ ട്യൂമറാണ്, ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആദ്യം ചിലപ്പോൾ നമ്മൾ കീമോ കൊടുത്ത് റേഡിയേഷനും കൊടുത്ത് ട്യൂമറിൻ്റെ സൈസ് കുറഞ്ഞ് പിന്നെ സർജറി ചെയ്ത് പിന്നെ വീണ്ടും കുറച്ച് കീമോ കൊടുത്ത് റേഡിയേഷൻ കൊടുക്കും. വളരെ വലുതാണ്, സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കീമോയും റേഡിയേഷനും മാത്രമൊക്കെ കൊടുക്കും. സോ ക്ലിയർ ആണോ? ഏതൊക്കെ മൊഡാലിറ്റീസാണ്? സർജറി ചെയ്യും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റേഡിയേഷൻ കൊടുക്കും. റേഡിയേഷൻ ആ ഒരു ട്യൂമർ സെൽസിനെ മാത്രമാണ് പ്രൊട്ടക്റ്റിംഗ് ദ നോർമൽ ടിഷ്യൂ. ഓക്കെ, പിന്നെ നമ്മൾ ഏത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്? കീമോതെറാപ്പി, വെർ ഡ്രഗ്സ് ആർ അഡ്മിനിസ്റ്റേർഡ് ടു കിൽ cancerous cells. Then there is immunotherapy, biological response modifiers like alpha interferon പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും. അവർ സ്പെസിഫിക്കലി എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ദ ട്യൂമേഴ്സ്. സോ ഇത്രയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആണോ? എഗെയിൻ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് അത് ഉണ്ടാവുന്നത്? ജനറലി പറയുകയാണെങ്കിൽ കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ദർ ആർ സർട്ടൻ റെഗുലേറ്ററി മെക്കാനിസംസ് ഓക്കെ ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രിവെൻറ്റിംഗ് ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ്. ബട്ട് ഇൻ ക്യാൻസർ ദിസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ലോസ്റ്റ് ആവും. സോ വാട്ട് ഹാപ്പൻസ്? ദർ ഇസ് അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് ദ സെൽസ് വിച്ച് കോസസ് മാസ് ഓഫ് സെൽസ് ടു അപ്പിയർ. ആ മാസ് ഓഫ് സെൽസിനെ നമ്മൾ എന്ത് വിളിക്കും? ട്യൂമർ എന്ന് വിളിക്കും. ട്യൂമേഴ്സ് രണ്ട് ടൈപ്പ്, ബിനൈനും ഉണ്ട്, മാലിഗ്നൻ്റ് ഉണ്ട്. മാലിഗ്നൻ്റ് ആകുമ്പോൾ എന്തുണ്ടാവും? ഈ പറഞ്ഞ ട്യൂമർ മാസ് തൊട്ടടുത്തുള്ള നോർമൽ ടിഷ്യൂസിനെയും ഇൻവേഡ് ചെയ്ത് അവരെയും ഡിസ്ട്രോയ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ ക്യാൻസറസ് സെൽസും കാര്യങ്ങളും ബ്ലഡിലൂടെയും മറ്റ് മീഡിയത്തിലൂടെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ബോഡിയുടെ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് എന്തുണ്ടാവുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. അത് കൂടാണ്ട് നമ്മളിനി പറയുന്നത് എന്തൊക്കെയാണ്? കോസസ് ആണ്. ഫിസിക്കൽ ഏജൻസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണുള്ളത്? കെമിക്കൽ ഏജൻസ് ഉണ്ട്, ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്. ഫിസിക്കലിൽ അയണൈസേഷൻ ആൻഡ് നോൺ അയണൈസേഷൻ റേഡിയേഷൻസ്. അയണൈസേഷൻ ഏതൊക്കെയാണ്? എക്സ്റേ, ഗാമാ റേ, മറ്റത് യു വി റേസ്. ദെൻ ഏതൊക്കെയാണുള്ളത്? കെമിക്കൽസിൽ ടുബാക്കോ. പിന്നെ വരുന്നത് ഏതാണ്? ബയോളജിക്കൽ ഏജൻസ് ആണ്. അതിൽ നമ്മൾ വൈറൽ ഓൺകോജൻസ് ആണ് പറഞ്ഞത്. ഓൺകോജനിക് വൈറസസ് ഉണ്ട്. ഡിറ്റക്ഷന് നമുക്ക് എന്തൊക്കെയാണുള്ളത്? റേഡിയോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഹിസ്റ്റോപത്തോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ഉണ്ട്, മോളിക്കുലർ ബയോളജി ലെവലിൽ ജീൻസിനെ വരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതികളുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് എഗെയിൻ ഇസ് ദർ ആർ മൾട്ടിപ്പിൾ മൊഡാലിറ്റീസ്. സർജറി ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, നമ്മൾ നോർമൽ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ ദർ ഇസ്
chemotherapy. Drugs are administered and there is immunotherapy. We administer alpha interferons for destroying the tumors. So, I hope it's clear. So, we cancer pakkayittu paranjittundu. We'll move on to the next topic. Shall we move it? Baki parayate. So, ini നമ്മൾ ബേസിക്കായിട്ട് ഡിസീസസിനെ എല്ലാം ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡിക്ഷൻസിനെ പറ്റിയാണ്. സോ ദിസ് ഇസ് എന്താ പറയുക, എൻട്രൻസ് പോയിന്റ് ഓഫ് അക്കാഡമിക്കലി ആൻഡ് നോൺ അക്കാഡമിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്ലി വിൽ ടോക്ക് അബൌട്ട് ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ നമ്മൾ മെയിൻലി പറയാൻ പോകുന്ന അഡിക്ഷൻസിൽ ഡ്രഗ്, ആൽക്കഹോളും സ്മോക്കിങ്ങും ആണ്. ഓക്കെ, അതിൻ്റെ സൈഡ് ഇഫക്ട്സ്, പ്രിവെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നോർമലി ഡ്രഗ്സ് എന്ന് പറയുന്നത് ഈ എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത്? ഓക്കെ, നമ്മൾ സാധാരണ അസുഖം വരുമ്പോഴാണ് ഡ്രഗ്സ് കൊടുക്കുക. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മരുന്ന് എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ എപ്പോഴാണ് ഈ ഡ്രഗ്സ്, നമ്മൾ സ്പെസിഫിക്കലി ഇപ്പോൾ പറയാൻ പോകുന്ന അഡിക്റ്റീവ് പ്രോപ്പർട്ടിയുള്ള ഡ്രഗ്സ് ഒക്കെ എപ്പോഴാണ് കൊടുക്കുന്നത്? സാധാരണ ഈ ക്യാൻസർ വന്നിട്ടുള്ള പേഷ്യൻസിന് ഭയങ്കര പെയിനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ആ സർജറി കഴിയുന്ന പീരീഡിലെ പെയിൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മെൻ്റൽ ഇൽനെസ്സസ് ഉള്ളവർക്ക്, സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ളവർക്ക്, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ഉണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ നോർമലി എന്തിനാണ് അപ്പോൾ യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ പർപ്പസസിനാണ് യൂസ് ചെയ്യുന്നത് ഡ്രഗ്സ്. അപ്പം അങ്ങനെ അല്ലാണ്ട് യൂസ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? അബ്യൂസ് ആയിട്ട് മാറുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഡ്രഗ് അബ്യൂസ്? എന്താണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്? ഇഫ് യു ആർ യൂസിങ് എ ഡ്രഗ് for a purpose other than medical purpose in a amount or frequency that can cause disturbances in your physical, physiological and psychological functioning, അങ്ങനെയാണെങ്കിൽ we can say it's a drug abuse. നമ്മൾ മെഡിക്കൽ പർപ്പസിനല്ലാണ്ട് ഏത് കാര്യത്തിനും എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര തവണ ആ സംഭവം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ഫിസിയോളജിക്കലായിട്ടുള്ള, ഫിസിക്കലൊക്കെ ആയിട്ടുള്ള സിസ്റ്റംസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സൈക്കോളജിക്കൽ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ ഡ്രഗ് അബ്യൂസ്. സോ ഐ ഹോപ്പ് നമ്മൾ നോർമലി ഡ്രഗ്സ് കൊടുക്കുന്ന കണ്ടീഷൻ പറഞ്ഞു, എന്താണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞു. സോ ഏതൊക്കെ ഡ്രഗ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു അബ്യൂസിൽ നമ്മൾ പറയുന്നത്? ഒപ്പിയോയിഡ്സിനെ പറ്റി പറയും. നോർമലി ഏതൊക്കെയാണ് ആ പറഞ്ഞ ഡ്രഗ്സ്? ഏതൊക്കെ ഡ്രഗ്സാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, അബ്യൂസ്ഡ് ആവുന്നത്? ഒപ്പിയോയിഡ്സ് ഉണ്ട്, കാനാബിനോയിഡ്സ് ഉണ്ട്, കൊക്കെയിൻ ഉണ്ട്, പിന്നെ നമുക്ക് അട്രോപ്പ ബെല്ലഡോണ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ദത്തൂറയിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന എല്ലാ കാറ്റഗറിയും ഞാൻ പറയുകയാണ്. പിന്നെ ദർ ഇസ് ബെൻസോഡൈസപീൻസ്. Then there is amphetamines. Benzodiazepines ഉണ്ട്, amphetamines ഉണ്ട്, barbiturates ഉണ്ട്. Okay, so these are the drugs that are being mentioned in our textbook. NCERT textbookil ഇത്രയും കാറ്റഗറീസിലുള്ള പറയുന്നത്. അതിൽ തന്നെ we have to specifically learn about these 3 categories. ഇവരാണ് അഡിക്റ്റീവ് പ്രോപ്പർട്ടി കൂടുതലുള്ള 3 കാറ്റഗറി ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു 3 കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് നമുക്ക് പഠിക്കാൻ ടേബിളായിട്ട് എഴുതി നോക്കാം. ഐ തിങ്ക് ടേബിളായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തോന്നുന്നു. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് കൂടെ എഴുതിക്കോളൂ. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, കാറ്റഗറി ഏത് കാറ്റഗറിയിലാണുള്ളത്, എന്താണ് അതിൻ്റെ കോമൺ നെയിം, ഏത് പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, പ്ലാന്റിൻ്റെ തന്നെ ഏത് പാർട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ആക്ഷൻ, ഏത് റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം. നമുക്ക് ആദ്യം ഏത് റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ആക്ഷൻ, പിന്നെ ഇഫ് ദർ ഇസ് എനിത്തിങ് എക്സ്ട്രാ വിൽ മെൻഷൻ ദാറ്റ്. ഓക്കെ, സം എക്സ്ട്രാ തിങ്സ് ഇങ്ങനെ എഴുതി വെച്ചാൽ ഇറ്റ് വുഡ് ബി മോർ ഈസിയർ എന്ന് തോന്നുന്നു. സോ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ ഏതാ പറയാൻ പോകുന്നത്? യു റൈറ്റ് ഇറ്റ് വിത്ത് മീ ഓർ ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് എഴുതി കഴിയുമ്പോൾ. സോ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറയാൻ പോകുന്നത് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ,
Opioids എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഡ്രഗുകളുടെ കോമൺ നെയിം എന്താണ്? കോമൺലി നമ്മൾ അറിയപ്പെടുന്ന ഒരു നെയിം എന്ന് പറഞ്ഞാൽ സ്മാക്കാണ്. സ്മാക്ക്, അതാണ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറയുന്ന നെയിം. ഈ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ മോർഫീൻ ആൻഡ് മോർഫീൻ്റെ ഡിറവേറ്റീവ്സ് ആണ് നമ്മൾ ഈ കാറ്റഗറിയിൽ മെയിൻലി ഉണ്ടാകുന്നത്. ഓക്കെ, സോ കോമൺ നെയിം എന്ന് പറയുന്നത് സ്മാക്കാണ്. ഏത് പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഓപ്പിയം പോപ്പി, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? പെപ്പാവർ സോംനിഫെറം എന്ന് വിളിക്കാം. സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഇസ് പെപ്പാവർ സോംനിഫെറം. ട്രൈ ടു റൈറ്റ് വിത്ത് മീ. ഓക്കെ, പെപ്പാവർ സോംനിഫെറം എന്ന് പറഞ്ഞ പ്ലാന്റ് അല്ലെങ്കിൽ പോപ്പി പ്ലാന്റ് നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഏത് പാർട്ടിൽ നിന്നാണ് സ്പെസിഫിക്കലി നമുക്കിത് കിട്ടുന്നത്? ഇതിൻ്റെ ലാറ്റക്സിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ലാറ്റക്സിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ദേ യൂസ് സ്നോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിലൂടെ വലിക്കുന്ന പരിപാടിനെയാണ് നമ്മൾ സ്നോട്ടിംഗ് എന്ന് വിളിക്കുക. പിന്നെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? ഇഞ്ചെക്ഷൻസ് ആയിട്ടും അഡ്മിനിസ്റ്റർ ചെയ്യും. ബൈ സ്നോട്ടിംഗ് ആൻഡ് ഇഞ്ചെക്ഷൻ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സെല്ലുകളിൽ ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്. അത് തന്നെ മെയിൻലി എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ CNS സിസ്റ്റത്തിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു CNS ഡിപ്രസൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് സ്ലോസ് ഡൗൺ ദ ഫങ്ഷൻസ്. നമ്മുടെ ബോഡിലി ഫങ്ഷൻസും തിങ്കിങ്ങും എല്ലാം ഒരു സ്ലോ ഡൗൺ ആയിട്ടാണ് പോകുന്നത്. ഇറ്റ്സ് എ ഡിപ്രസൻറ്റ്. സോ ഇസ് ദറ്റ് ക്ലിയർ? അതാണ് ആക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് എ CNS ഡിപ്രസൻറ്റ്. അപ്പുറത്ത് എഴുതാം. CNS ആൻഡ് GI ട്രാക്റ്റിൻ്റെ ഡിപ്രസൻ്റ് ആണ്. ഇനി എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? ഡൈ അസറ്റൈൽ മോർഫീൻ ആണ് കെമിക്കലി ഈ ഒപ്പിയോയിഡ് എന്ന് പറയുന്നത്. ഡൈ അസറ്റൈൽ മോർഫീൻ എന്ന് പറയുന്നതാണ് കെമിക്കലി ഒപ്പിയോയിഡ് എന്ന് പറയുന്നത്. ആൻഡ് അത് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ വെളുത്ത് മണമില്ലാത്ത കയ്പുള്ളൊരു പൊടി. വൈറ്റ് ഓർഡർലെസ് ബിറ്റർ പൗഡർ പോലെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. പൗഡറോ വാട്ടർ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇസ് ദറ്റ് ക്ലിയർ? നമ്മൾ ഓപ്പിയോയിഡ്സ് പറയുമ്പോൾ ടെക്സ്റ്റ് ചെയ്താൽ ഇവിടെ ഈ രണ്ട് ഡയഗ്രാം കൂടെ ഒന്ന് ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞു മോർഫീൻ ആൻഡ് മോർഫീൻ്റെ ഡിറവേറ്റീവ്സ് ആണ് ഈ ഒപ്പിയോയിഡ്സ് കാറ്റഗറിയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു മോർഫീൻ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഡൈ അസറ്റൈൽ മോർഫീൻ ആണ് സ്പെസിഫിക്കലി കെമിക്കലി എന്ന് പറയുകയാണെങ്കിൽ. സോ വി ഹാവ് മോർ ഓഫ് ഒരു റിംഗ് ആണ്, എല്ലാം റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, മോർ റിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ മോർഫീൻ ആണ്, അല്ലെങ്കിൽ ഒറ്റ റിങ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് കെനബിനോയിഡിൻ്റെ സ്ട്രക്ചറാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആൻഡ് ദർ ഇസ് ദിസ് പിങ്ക് ഫ്ലവറിങ് പ്ലാന്റ്, ദാറ്റ് ഇസ് ദ ഓപ്പിയം പോപ്പി. ഓക്കെ, നമുക്ക് തിരിച്ച് നമ്മുടെ ടേബിളിലേക്ക് തന്നെ വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒപ്പിയോയിഡ്സ് ആണ്. ഒപ്പിയോയിഡ്സിൽ കോമൺ നെയിം എന്ന് പറയുന്നത് സ്മാക്ക്, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെപ്പാവർ സോംനിഫെറം. നമ്മൾ ഏത് പാർട്ടിൽ നിന്നാണ്? ലാറ്റക്സ് എന്നാണ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്? സ്നോട്ടിങ്, മൂക്കിലൂടെയും അതുപോലെ ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെയാണ് എടുക്കാറ്. പിന്നെന്താണ്? റിസെപ്റ്റർ. ഏത് റിസെപ്റ്ററിലാണ്? ഒപ്പിയോയിഡ് റിസെപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ ഡിപ്രസൻറ്റ്. ഇറ്റ് ആക്ട്സ് ഓൺ ദ CNS സിസ്റ്റം ആൻഡ് GI സിസ്റ്റം ആണ്. മൊത്തത്തിൽ നമ്മുടെ ഫങ്ഷൻസിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഡൈ അസറ്റൈൽ മോർഫീൻ ആണ് കെമിക്കലി ആൻഡ് ഇറ്റ് ഈസ് എ വൈറ്റ് ഓർഡർലെസ് ബിറ്റർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതും കൂടെ ഓർത്ത് വെക്കുക, അതും കൂടെ എഴുതി വെച്ചോളൂ കേട്ടോ. വൈറ്റ് ഓർഡർലെസ് ആൻഡ് ബിറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാറ്റഗറി, അടുത്ത ആളെ പറയാം. ആരാണ് അടുത്തയാൾ? കനാബിനോയിഡ്സ് എന്നുള്ളതാണ് അടുത്ത കാറ്റഗറി. കനാബിനോയിഡ്സിൻ്റെ കോമൺ നെയിം എന്തൊക്കെയാണ്? കനാബിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് പ്ലാന്റ്, അതിൻ്റെ ഓരോ പാർട്സിൽ നിന്നും ഡിറൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോൾ പല പല പേര് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മിക്സ്ചേഴ്സ് ആണ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സെയിം പ്ലാന്റ് ഇറ്റ് സെൽഫ്. വിൽ ടെൽ വിച്ച് പ്ലാന്റ്. അപ്പോൾ കോമൺ നെയിംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദർ ഇസ് ഹാഷിഷ്, മാരുവാന, ഗഞ്ച. പിന്നെ ഏതൊക്കെയാണ് കോമൺ നെയിം എന്ന് പറയുന്നത്? ചരസ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന നെയിംസ് ഒക്കെ. ഏതൊക്കെയാണ്? ഹാഷിഷ്, മാരുവാന, ഗഞ്ച ആൻഡ് ചരസ്. ഇതൊക്കെയാണ് കോമൺ നെയിംസ് ആയിട്ട് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് എ പ്ലാന്റ്? ഏത് പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? കോമൺലി കഞ്ചാവ് എന്ന് വിളിക്കുന്നതാണ് ഈ കനാബിനോയിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി. ഓക്കെ, സോ
ഏത് പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? കനാബിസ് സെറ്റൈവ. ഓക്കെ, കനാബിസ് സെറ്റൈവ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഏതൊക്കെ പ്ലാന്റ് പാർട്സ് ആണ് നമ്മൾ എടുക്കുന്നത്? ഇൻഫ്ലോറസെൻസ് എടുക്കും. ഓക്കെ, ഇൻഫ്ലോറസെൻസ് എടുക്കും. അത് കൂടാണ്ട് നമ്മൾ ആക്ച്വലി എന്തൊക്കെയാണ്, ഫ്ലവർ ടോപ്പ് എടുക്കും, പിന്നെ നമ്മൾ ലീവ്സ് എടുക്കും, പിന്നെ നമ്മൾ ബാർക്ക് എടുക്കുന്നു, റെസിൻ എടുക്കും. അങ്ങനെ ആ പറഞ്ഞ സംഭവങ്ങളെല്ലാം എടുക്കും. സോ അപ്പോൾ ഏതൊക്കെയാണ് എടുക്കുന്നത്? ഇൻഫ്ലോറസെൻസ് എടുക്കും, ഫ്ലവർ എടുക്കും, ഫ്ലവർ ടോപ്സ് എടുക്കും, ലീവ്സ്, റെസിൻസ് ഒക്കെ എടുക്കും. സോ ഇത് ഏതൊക്കെയാണോ എടുക്കുന്നത് അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഈ നെയിംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇൻഹലേഷൻ ആൻഡ് ഓറലി വെക്കും, ഇൻഹലേഷനും ആ രീതിയിലാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഏത് റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്? കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്. കനാബിസിൻ്റെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് തന്നെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ദിസ് ആക്ട്സ് ഓൺ ദ CVS സിസ്റ്റം. കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കനാബിനോയിഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ഇസ് ദറ്റ് ക്ലിയർ? സോ cannabinoids, common name hashish, marijuana, ganja and charas. And ഏത് പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്? കനാബിസ് സെറ്റൈവ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്. വാട്ട് ആർ ദ പാർട്സ്? ഇൻഫ്ലോറസെൻസ്, ഫ്ലവർ ടോപ്സ്, ലീവ്സ് ആൻഡ് റെസിൻസ് ഒക്കെയാണ്. ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഇൻഹലേഷനും ഓറലി ആണ്. ആൻഡ് ദെൻ ദർ ഇസ് റിസപ്റ്റേഴ്സ് ഏതാണ്? കനാബിനോയിഡ് റിസപ്റ്റേഴ്സിലാണ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CVS കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലാണ് ആക്ട് ചെയ്യുന്നത്. Now we'll talk about the last category. നമുക്കിനി ലാസ്റ്റ് കാറ്റഗറി ഓഫ് ഡ്രഗിനെ പറ്റി സംസാരിക്കാം. ഏതാണ്? കൊക്കെയിൻ. കൊക്കെയിനെ പറ്റിയാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. സോ കൊക്കെയിൻ്റെ കോമൺ നെയിം എന്തൊക്കെയാണ്? കോക്ക് അല്ലെങ്കിൽ ക്രാക്ക്. കോക്ക് അല്ലെങ്കിൽ ക്രാക്ക് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇനി ഏത് പ്ലാന്റിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്? എറിത്രോസൈലം കൊക്ക. ഓക്കെ, എറിത്രോസൈലം കൊക്ക. ഓക്കെ, ആ പറഞ്ഞ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഏത് പാർട്സ് ആണ് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ലെറ്റ്സ് അവോയ്ഡ് ദാറ്റ്. ആൻഡ് ദെൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ സ്നോട്ടിംഗ് ആണ് പറയുന്നത്. ഓക്കെ, സ്നോട്ടിംഗ് എന്നുള്ള രീതിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് ദി എഫക്ട് ദ ഡോപ്പമിൻ്റെ ട്രാൻസ്മിഷനൊക്കെയാണ് എഫക്റ്റഡ് ആവുന്നത്. ഓക്കെ, ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഇവരുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച ഒപ്പിയോയിഡ്സ് CNS ഡിപ്രസൻ്റ് ആണെങ്കിൽ ഇവർ സ്റ്റിമുലൻസ് ആണ്. ഇവർ സ്റ്റിമുലേറ്റ് ചെയ്യും, ഭയങ്കര എനർജി ആയിരിക്കും. CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ഭയങ്കര ഹെവി ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ സ്റ്റാർട്ട് ടു ഹാലൂസിനേറ്റ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇല്ലാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങും, അല്ലേ? സോ ദാറ്റ്സ് വാട്ട്സ് ഹാലൂസിനേഷൻ. സോ ചിലപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ഉള്ളത്? കൊക്കൈനെ പറ്റി പറയുകയാണെങ്കിൽ കോമൺ നെയിം എന്ന് പറയുന്നത് കോക്ക് അല്ലെങ്കിൽ ക്രാക്ക്. പിന്നെ പ്ലാന്റ്, ഏത് പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? എറിത്രോസൈലം കൊക്ക. ദെൻ ദ അഡ്മിനിസ്ട്രേഷൻ ഇസ് ബൈ സ്നോട്ടിങ്. ആൻഡ് ദെൻ റിസപ്റ്റേഴ്സ് ഇറ്റ് എഫക്ട്സ് ദ ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ആ ഒരു പാത്ത് വേ ആണ് എഫക്റ്റ് ചെയ്യുന്നത്. ആക്ഷൻ ഇറ്റ്സ് എ സ്റ്റിമുലൻറ്റ്. ഭയങ്കര എനർജി, ഇൻക്രീസ്ഡ് എനർജി ആയിരിക്കും. CNSനെ സ്റ്റിമുലേഷനാണ് ചെയ്യുന്നത്. ഭയങ്കര ഹെവി ഡോസിൽ കഴിച്ചാൽ എന്തുണ്ടാവും? ദെൽ ബി ഹാലൂസിനേഷൻസ്. അപ്പോൾ ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ സ്ഥിരം മറിച്ച് നോക്കുന്ന ഒരു ബുക്കിലോ അല്ലെങ്കിൽ മതിലോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് കണ്ട് പഠിക്കണം. ദീസ് ആർ തിങ്സ് ദാറ്റ് യു ഈസിലി ഫൊഗെറ്റ്. അപ്പോൾ കുറേ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് ടു റിമെമ്പർ. പിന്നെ ഒരുപാട് ഷോർട്ട് ഫോംസ് ഉപയോഗിച്ചാലും അവസാനം ഏത് സ്ഥലത്ത് ഏത് ഷോർട്ട് ഫോമാണ് പഠിച്ചതെന്നൊക്കെ മറന്നു. ബട്ട് കണ്ട് യൂസ്ഡ് ആയാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ. ഓക്കെ, സോ ഓരോ കാറ്റഗറി അല്ലേ, നമ്മൾ ഓരോ കാറ്റഗറി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബാക്കി വേറെ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എഡ്രോപ്പ, ബെല്ലഡോണിൻ, ദത്തൂറിയാണ്. പിന്നെ there are ഡ്രഗ്സ്, നമ്മൾ മെൻ്റൽ ഇൽനെസ്സിനൊക്കെ കൊടുക്കുന്ന ഡ്രഗ് കാറ്റഗറീസ് ആണ് ഈ ബെൻസോഡൈസപ്പീൻസ്, ബാർബിറ്റുറേറ്റ്സ് ആൻഡ് ആംഫിറ്റമീൻസ് എന്നൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മെഡിക്കൽ കണ്ടീഷൻസിനാണ് അത് യൂസ് ചെയ്യുന്നത്. അതിന് അല്ലാണ്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് എന്താവുന്നത്? അബ്യൂസ് ആവുന്നത്, ഡ്രഗ് അബ്യൂസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് ഡ്രഗ്സ്. Now we'll move on to smoking. One of the most deadliest എന്താ പറയുക തിങ് ആണ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ. പീപ്പിൾ ഡോണ്ട് റിയലൈസ് ഇറ്റ്. സോ ഞാൻ പറയില്ലേ, വാർഡിൽ ഒക്കെ കിടക്കുന്ന പേഷ്യൻസ് പകുതി മുക്കാൽ പേർക്കും ദെൽ ബി ഹിസ്റ്ററി ഓഫ് സ്മോക്കിംഗ് ഓർ ആൽക്കഹോളിസം. ദേ ആർ പ്രോൺ ടു സെവറൽ ഡിസീസസ്. ഓക്കെ, സോ സ്മോക്കിംഗ്, നമ്മൾ സ്മോക്കിങ്ങിലൂടെ നമ്മൾ ആൾക്കാർ എടുക്കുന്നത് ഏത് തരം കെമിക്കൽ കോമ്പൗണ്ടാണ് അവരുടെ ബോഡിയിലേക്ക് എത്തുന്നത്?
ടുബാക്കോ അല്ലേ, ടുബാക്കോ ആണ് അവരുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ ഈ പറഞ്ഞ സിഗരറ്റ്സ് അല്ലെങ്കിൽ സിഗാർസ് ഒക്കെ വരുന്നതിന് മുമ്പേ ദീസ് തിങ്സ് വെ യൂസ്ഡ്. പീപ്പിൾ യൂസ് ടു ച്യൂ ഇറ്റ്, പീപ്പിൾ യൂസ് ടു സ്മോക്ക് ഇറ്റ് ആൻഡ് അങ്ങനെ പല രീതിയിലും എത്രയോ ഇയേഴ്സ് മുമ്പ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടുബാക്കോയിലുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനാണ് ആക്ച്വലി എന്തുള്ളത്, ഈ ഒരു അഡിക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളത്. ആൻഡ് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലോയിഡാണ്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആൽക്കലോയിഡാണ്. ആൻഡ് ദിസ് നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ്സ് ദ അഡ്രിനൽ ഗ്ലാൻഡ്. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ദ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ്? ഇറ്റ് പ്രൊഡ്യൂസസ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. സോ നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അഡ്രിനൽ ഗ്ലാൻഡിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഒക്കെ റിലീസ്ഡ് ആവും, വിച്ച് ഇൻ ടേൺ കോസസ് ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, റേസ്ഡ് BP ഉണ്ടാക്കും, ആൻഡ് ഓൾസോ ഹാർട്ട് റേറ്റ് എല്ലാം കൂടും. ഓക്കെ, ഒരു ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ഉണ്ടാവും. അതാണ് ആ സമയത്ത് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇനി എന്തൊക്കെയാണ് നമ്മൾ സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്ന റിസ്കുകൾ എന്ന് പറയും? ഡെഫിനറ്റ്ലി നമുക്കറിയാം, ഇറ്റ് ഈസ് എ കെമിക്കൽ കാർസിനോജൻ. ദിസ് സ്മോക്കിംഗ് cigarettes, it contain carcinogen. Tobacco is a carcinogen. So what are the main malignancies that it causes? Of course primarily അത് cause ചെയ്യുന്നൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ലങ് ക്യാൻസർ ആണ്. ഓക്കെ, സോ ഇറ്റ് കോസസ് ലങ് ക്യാൻസർ. കാർസിനോമ ലങ്സ് ഉണ്ടാക്കുന്നു, ബ്ലാഡർ, പിന്നെ ഓറൽ ക്യാൻസേഴ്സ് ഉണ്ടാകുന്നു, ത്രോട്ടിനൊക്കെ ഉണ്ടാകുന്നു, മറ്റ് ക്യാൻസേഴ്സും ഒക്കെ ഉണ്ടാവും. മൊത്തത്തിൽ നമ്മുടെ മീൻസ് ബോഡിയിലൊരു നോൺ കാർസിനോജനിക് സ്റ്റേറ്റിന് പക്ഷേ ദിസ് ക്യാൻ ഇൻഡ്യൂസ് ഒരു ചേഞ്ച്. ഓക്കെ, സോ ദീസ് ആർ ദ സെവറൽ. ഇറ്റ് കോസസ് മെയിൻലി മാലിഗ്നൻസീസ്, ക്യാൻസർ കോസിങ് ആണ്. ലങ്, ബ്ലാഡർ, ഓറൽ, ത്രോട്ട് ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇനി ക്യാൻസർ അല്ലാണ്ട് മറ്റെന്ത് അസുഖങ്ങളാണ് കോസ് ചെയ്യുക? അത് ഡെഫിനറ്റ്ലി റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടാകും. ഇറ്റ് കോസസ് ലങ് ഡിസീസസ്. സ്മോക്കിംഗ് കോസസ് ലങ് ഡിസീസസ്. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മോക്കിംഗ്, അതിൽ കോമ്പൗണ്ട് ടുബാക്കോ, അതിൽ തന്നെ അതിൻ്റെ എന്താണ് നിക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡാണ്, അഡിക്റ്റീവ് ആയിട്ടുള്ളതും. അത് അഡ്രിനൽ ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് BP കൂടും, ഹാർട്ട് റേറ്റ് ഒക്കെ കൂടും, അതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആണ്, ഇറ്റ് can cause cancer, first thing. Second thing, it can cause lung diseases. What are the lung diseases it causes? Bronchitis, emphysema പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ബ്രോങ്കൈറ്റിസ്, എംഫിസീമ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. നമ്മളിത് രണ്ടിനെയും കൂടെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? COPD എന്ന് വിളിക്കും. ദർ കോസസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഈ ബ്രോങ്കൈറ്റിസ്, എംഫിസിമയിലൊക്കെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിവിയറായിട്ട് സ്മോക്കിംഗ് വരുമ്പോൾ നമ്മുടെ ഈ ട്രാക്ട് ഇറ്റ് ഗെറ്റ്സ് ഡയലേറ്റഡ്, ഒക്കേഴ്സ് ഇൻഫ്ലമേഷൻ, നമ്മുടെ കുറേ മ്യൂക്കസും സെക്രീഷൻസ് ഒക്കെ വരും. സോ ദർ വിൽ ബി ബ്രീതിങ് ഡിഫിക്കൽട്ടി, കോഫ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സോ ദീസ് ആർ ദ ലങ് ഡിസീസസ് ദാറ്റ് ഇറ്റ് കോസസ്. പിന്നെ ഇറ്റ് കോസസ് ഗ്യാസ്ട്രിക് അൾസർ. ഇറ്റ് ക്യാൻ കോസ് ഗ്യാസ്ട്രിക് അൾസേഴ്സ്. പിന്നെ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിക്കോട്ടിൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബ്ലഡിലും മറ്റും ചെന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ചെന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും? ആ ല്യൂമൻ്റെ സൈസ് കുറയും. ല്യൂമൻ്റെ സൈസ് കുറയുമ്പോൾ എന്തുണ്ടാകുന്നു? അപ്പോൾ നമ്മുടെ കൊറോണറി വെസൽസ്, അതായത് ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈൻ്റെ വെസൽസിനെയാണ് എഫക്റ്റ് ചെയ്ത് എന്തുണ്ടാവും? കൊറോണറി ഹാർട്ട് ഡിസീസ് വരുന്നു, കൊറോണറി ആർട്ടറി ഡിസീസ് വരുന്നു. അതായത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സംഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് അടുത്തത്, CAD, കൊറോണറി ആർട്ടറി ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ പിന്നെയുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോക്കാണ് ചെയ്യുന്നത്, നമ്മൾ കത്തിച്ച് പുകയാണ് വലിക്കുന്നത്. ഈ പുക വലിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ അകത്തോട്ട് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡാണ് നമ്മുടെ ആൽവിയോളൈഡ് അവിടെ എത്തുന്നതെങ്കിൽ എന്തുണ്ടാവും? ഓക്സിജനെക്കാട്ടും ഹീമോഗ്ലോബിൻ അഫിനിറ്റി സത്യത്തിൽ ആരോടാണ് കൂടുതൽ? കാർബൺ മോണോക്സൈഡിനോടാണ് കൂടുതൽ. അപ്പോൾ ദെയർ ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഓക്കെ, ആൻഡ് എന്തുണ്ടാവും? അതിൻ്റെ ഡിസോസിയേഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും, ഓക്സിജൻ്റെ അളവ് കുറയും. സോ smoking increases carbon monoxide content in the blood and reduces the hemoglobin bound ആയിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെ ശരീരത്തിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതാണ് അടുത്തത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇൻക്രീസ്ഡ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡിക്രീസ്ഡ് ഓക്സിജൻ. സോ
ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. എഗെയിൻ ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മെയിൻലി എഫക്ട്സ് ലിവർ. ആൻഡ് ഈ ലിവറിനെ അത് ഡാമേജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർമനൻറ്റ് ഡാമേജ്. നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, പിന്നീട് അത് ഡിറ്റീരിയറേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. ആൻഡ് ലിവർ എന്ന് പറഞ്ഞ ഓർഗൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ഡീടോക്സിഫൈങ് ഓൾ ദ കെമിക്കൽസ് ദാറ്റ് കംസ് ടു അവർ ബോഡി, റൈറ്റ്? അപ്പം when it is affected it causes lots of symptoms. Ultimately ലിവറിനെ മാത്രമല്ല നമ്മുടെ ബ്രെയിനിനെയും എല്ലാം എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആൽക്കഹോൾ കാരണമുള്ള സൈഡ് ഇഫക്ട്സ് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ലിവർ സിറോസിസ് ഉണ്ടാകും. സോ അതാണ് ആൽക്കഹോളിനെ പറ്റിയിട്ട് ജസ്റ്റ് കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നും ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് ഇഫക്ട്സിനെ പറ്റി പറയുന്നത്. ഇനി ഇറ്റ്സ് മോർ ഓഫ് ഒരു എന്താ പറയുക, നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബട്ട് സ്റ്റിൽ തിങ്സ് ദാറ്റ് യു ഷുഡ് നോ. അല്ല, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബട്ട് ഇത് എന്താണ് നിങ്ങൾ ആസ് എ ലൈഫ് ലെസൺ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. സോ നൗ വിൽ ടോക്ക് അബൌട്ട് ഹൗ ഡസ് ഇസ് ഓൾ ബിഗിൻ, അല്ലേ? ഈ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് പോലെയുള്ള അബ്യൂസ്, അങ്ങനത്തെ ഹാബിറ്റ്സ് തുടങ്ങുന്നത് എപ്പോഴാണ്? മോസ്റ്റ്ലി ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ അഡോളസെൻറ്റ് പീരീഡ്. അതാണ് നമുക്കിനി അടുത്ത് പറയാനുള്ളത്. So ഈ adolescent period എന്ന് പറഞ്ഞാൽ it's a transition stage between the childhood and the adulthood. So this is a period when there is a lot of physical changes in your body. This is a period when ഓരോ നമുക്കൊരു എന്താ പറയുക, ഒരു ലൈഫിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഒരു രീതിയിലുള്ള മെൻറ്റൽ ഡെവലപ്മെൻറ്റ്, അല്ലേ? മെൻറ്റൽ ഡെവലപ്മെൻറ്റ്സും ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സും ഒക്കെ നടക്കുന്നത്, ഫിസിക്കലി ഉള്ള ചേഞ്ചസും ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു പീരിയഡിലാണ്. സോ ഇറ്റ്സ് എ വെരി വൾണറബിൾ പീരിയഡ്. ആൻഡ് എന്താണ്, സോ ഡ്യൂറിങ് ദിസ് ഫേസ് എപ്പോഴൊക്കെയാണ് നമ്മൾ എന്തുണ്ടാവുന്നത്? ഈ ഒരു അബ്യൂസിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കണ്ടീഷൻസാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, അല്ലേ? വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഒരു എക്സ്പെരിമെൻറ്റേഷൻ രീതി കുറച്ച് കഴിച്ചൊക്കെ, ചുമ്മാ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് കഴിച്ചു തുടങ്ങും. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല, അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, അതാണ് ഫസ്റ്റ്. ക്യൂരിയോസിറ്റി കാരണം കഴിക്കുന്നവരുണ്ട്. പിന്നെ രണ്ടാമത്തത് എങ്ങനെയാണ്? ഡ്യൂ ടു സിവിയർ സ്ട്രെസ്സാണ്. ഓക്കെ, ഭയങ്കര സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഭയങ്കര അക്കാഡമിക് പ്രഷറുണ്ട്, ഭയങ്കരമായിട്ട് എക്സാം ഉണ്ട്, കുറേ ടെൻഷനുണ്ട്, പാസ്സാവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, മെയിൻലി സ്ട്രെസ്സസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരൻസ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ, ഇഫ് ദേ ആർ നോട്ട് ഹാവിങ് എ സപ്പോർട്ടീവ് ഫാമിലി സ്ട്രക്ചർ. ഓക്കെ, സോ അൺസ്റ്റേബിൾ ഫാമിലി, ഇഫ് ദ ഫാമിലിയിൽ തന്നെ ആൾക്കാർ ഇത്തരത്തിലുള്ള അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് ഒക്കെ കാണിച്ചാൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അൺസ്റ്റേബിൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. പിന്നെ ഇഫ് ദർ ഇസ് പിയർ പ്രഷർ, ദെൻ എന്താ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഓൾ ദീസ് ദർ ഇസ് എ പെർസെപ്ഷൻ ദാറ്റ് ഇറ്റ് ഇസ് കൂൾ. അതായത് ഇത് കഴിക്കുന്നവർക്കും ഉള്ളൊരു ചിന്ത അതാണ്, ഞാനിതൊക്കെ കഴിക്കുന്നുണ്ട്, ഞാനെന്തോ വലിയ സംഭവമാണെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കഴിക്കാത്തവർക്കും വിചാരിക്കുന്നത് എന്താണ്? ഓ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനും വലിയ സംഭവമാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. സോ ദർ ഇസ് ആൻ ഐഡിയ ദാറ്റ് സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഓർ ഡൂയിങ് ഡ്രഗ്സ് ഇസ് വെരി കൂൾ, ദാറ്റ് മേക്സ് ദം സോ ഹാൻഡ്സം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു പെർസെപ്ഷൻ ഉണ്ട് ആൾക്കാർക്കിടയിൽ, എമംഗ് ദ യൂത്ത്. സോ ദാറ്റ് മേക്സ് ദം ഡു ഇറ്റ്. ആ ഒരു കൂൾ ബിഹേവിയർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. ആൻഡ് ദർ ഈസ് ഓൾസോ മീഡിയ ദാറ്റ് പ്രൊമോട്ട് ഇറ്റ്, അല്ലേ? നമ്മുടെ ടെലിവിഷൻസും അതുപോലെ മൂവീസും ന്യൂസ് പേപ്പേഴ്സിലും എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം, അല്ലേ? ദർ ആർ മൂവീസ്, സെവറൽ മൂവീസ് വെയർ ഹീറോ ഇത്തരമുള്ള ബിഹേവിയേഴ്സൊക്കെ കാണിക്കുന്നവരായിരിക്കും. പക്ഷേ അവർ ആ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്, അല്ലേ? ദിസ് ഇസ് ഇൻജൂറിയസ് ടു യുവർ ഹെൽത്ത് എന്നുള്ളത്, നോ ആക്ടേഴ്സ് സപ്പോർട്ട്. ബട്ട് വി ഡോണ്ട് സീ ദാറ്റ്, അതൊരിക്കലും കാണത്തില്ല. വിൽ വി ജസ്റ്റ് ലൈക്ക്, ഓ, ഇതൊക്കെ ചെയ്ത് അടിപൊളിയെന്ന്. സോ ദാറ്റ്സ് ഓൾസോ നോട്ട് തിങ്ക് ഒരു ദാറ്റ്സ് എ തിങ് റീസൺ, അനദർ റീസൺ, ഒരു കൂൾ പെർസെപ്ഷൻ ഉണ്ട്, which is a fake thing. So these are few reasons why adolescent children get into this alcohol and drug abusive behavior. സോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? അവർ ന്യായീകരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ ന്യായീകരിക്കും. ദേ വിൽ നെവർ agree to the fact that this is wrong thing and they cannot get out of this. So this is always things you should remember. Never go into drugs or alcohol or things like that. It's not good for your health. It's never good for your health.
സോ യു അണ്ടർസ്റ്റുഡ് ദ റീസൺസ് അല്ലേ, എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ഒരു ബിഹേവിയറിലേക്ക് അഡോളസെൻറ്റ് പീരീഡിൽ എത്തുക എന്നുള്ളത്. സോ ഇനി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇവരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും, ഇവർ അഡിക്റ്റഡ് ആണെന്ന് പറയും. എപ്പോഴാണ് നമ്മൾ അഡിക്റ്റഡ് ആണ് എന്ന് പറയുന്നത്, ഒരാൾ എപ്പോഴാണ് ഈ പറഞ്ഞ ഡ്രഗ് ഓർ ആൽക്കഹോൾസിനോട് അഡിക്റ്റഡ് ആണെന്ന് പറയുന്നത്, നമ്മൾ കഴിച്ചു തുടങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, സെൻസ് ഓഫ് യൂഫോറിയ, ആ ഒരു ടെമ്പററി ഫീലിംഗ് കിട്ടാൻ വേണ്ടി വീണ്ടും കഴിക്കാൻ തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ എന്തുണ്ടെന്ന് പറയുക, അഡിക്ഷൻ ഉണ്ടെന്ന് പറയുക. ഓക്കെ, it's a psychological attachment. Okay, addiction is a psychological attachment to such euphoria, temporary feelings associated with the drug. ആ ഒരു വെൽ ബീയിങ് സ്റ്റേറ്റിനോട് അസോസിയേറ്റഡ് ആവുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് അഡിക്ഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, ആൾ വീണ്ടും കഴിക്കും, വീണ്ടും 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 കഴിക്കും. സ്ലോലി വാട്ട് ഹാപ്പൻസ് ടു അവർ ബോഡി, ഈ അഡിക്ഷൻസ് കാരണം കഴിച്ചു തുടങ്ങിയിട്ട് എന്തുണ്ടാവും, നമ്മുടെ ബോഡിയുടെ ടോളറൻസ് ലെവൽ കൂടും. ടോളറൻസ് ലെവൽ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അതേ തരത്തിലുള്ള പ്ലഷർ കിട്ടാൻ നമ്മൾ ഹയർ ഡോസസ് എടുക്കേണ്ടി വരും. ഹയർ ഡോസസ് ഫോർ ദറ്റ് സെയിം കൈൻഡ് ഓഫ് ഫീലിംഗ്, എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുള്ളൂ എന്നാവുള്ളൂ. അപ്പോൾ ഹയർ ഡോസസ് എടുത്ത് അവസാനം എന്തുണ്ടാകും, നമുക്കിതില്ലാണ്ട് പറ്റില്ല എന്നൊരവസ്ഥയിലെത്തും. ഓക്കെ, വി ബിക്കം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആവുന്ന ആൾക്ക് കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, വിഡ്രോവൽ എന്ന് പറഞ്ഞത്. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഇത് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡി ഇറ്റ് സ്റ്റാർട്ട്സ് ടു മാനിഫെസ്റ്റ് സിംറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങും. ദെൽ ബി ക്യാരക്ടറിസ്റ്റിക് അൺപ്ലസൻറ്റ് സിംറ്റംസ്. ഓക്കെ, ദെൽ ബി ക്യാരക്ടറിസ്റ്റിക് അൺപ്ലസൻറ്റ് സിംറ്റംസ്. ഒരു പേഷ്യൻ്റ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവണം. എന്താണ് സിംറ്റംസ് എന്ന് പറയുന്നത്, ഭയങ്കര ആങ്സൈറ്റി വരും, അയ്യോ എനിക്കിതിപ്പോൾ കിട്ടണം, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല, കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും അല്ലേ, ഷേക്കിനെസ് ഉണ്ട്. അതായത് മൂവി റെഫറൻസസ് അല്ലേ, അങ്ങനെ മൂവിയിലൊക്കെ കാണിക്കുന്നില്ലേ. സോ ഷേക്കിങ്, കൈ ഇങ്ങനെ വിറയ്ക്കും. ദെർ ഇസ് നോസിയ, ഭയങ്കര സ്വെറ്റിങ്, അങ്ങനെ ഭയങ്കര അൺപ്ലസൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. സോ അൾട്ടിമേറ്റ്ലി അവർക്ക് അത് എങ്ങനെയെങ്കിലും കുടിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്മോക്ക് ചെയ്താലേ ദെൽ ഫീൽ റിലീവ്ഡ്, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. ഓക്കെ, സോ അപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിഡ്രോവൽ സിൻഡ്രോം ഡെവലപ്പ് ചെയ്തു എന്ന് വിളിക്കാം. ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേ വിൽ ഫൊഗെറ്റ് ഓൾ ദ സോഷ്യൽ നോംസ്, സൊസൈറ്റിയിലെ കാര്യങ്ങളും എല്ലാം ഫൊഗെറ്റ് ചെയ്തിട്ട് ദേ സംഹൗ, ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ പൈസയൊക്കെ കടം കിട്ടുന്ന രീതിയിലൊക്കെ എടുത്തിട്ട് ദേ വിൽ ഡിസ്ട്രോയ് ദിയർ ലൈഫ് ആൻഡ് ഗോ ഫോർ ഓൾ ദീസ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾസ്. സോ അവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലി യു നീഡ് ടു നോ വാട്ട് ഈസ് അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ ദർ ഇസ് എൻ അറ്റാച്ച്മെൻറ്റ്, സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു ദാറ്റ് euphoria and that temporary feeling of well-being. So you feel like to take it again and again. So once you start taking again and again, your tolerance increases. But you need higher doses for your body to feel that same pleasure. And then later on we say you are dependent. What happens there is withdrawal syndrome. Your body starts showing unpleasant manifestations like anxiety, shakiness, nausea, sweating. So ഇനി ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് എഫക്ട്സ് കൂടെ നമുക്ക് പറയാനുണ്ട്. സോ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞു അവരുടെ ബിഹേവിയറേ ആകെ മാറും. എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങും, ഭയങ്കര അഗ്രസീവ് ആവാൻ തുടങ്ങും അല്ലേ. സോ ദർ ഈസ് റെക്ലെസ് ബിഹേവിയർ, ഭയങ്കര വയലൻസ് ഒക്കെ ഉണ്ടാവും. പൈസ തന്നില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും. ആൻഡ് സംടൈംസ് നമ്മൾ ഒറ്റയടിക്ക് ചിലപ്പോൾ ആൾക്കാർ എക്സസീവ് ഡോസ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇറ്റ് കോസസ് റെസ്പിറേറ്ററി ഫെയിലിയർ, അല്ലെങ്കിൽ ഇറ്റ് കോസസ് ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ സെറിബ്രൽ ഡാമേജ് ഒക്കെ ഉണ്ടായി കോമ, ഡെത്ത് വരെയൊക്കെ വരാം ഒറ്റയടിക്കൊക്കെ എക്സസീവ് ഡോസ് എടുക്കുമ്പോൾ. ഓക്കെ, സോ എക്സസീവ് ഡോസസ് ഓഫ് ദ ഡ്രഗ് മേ ലീഡ് ടു കോമ ആൻഡ് ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ആൻഡ് സെറിബ്രൽ ഹെമറേജസ്. ഇനി വേറെ എന്തൊക്കെയാണ് നമുക്കൊരു ആളിൽ കാണാൻ പറ്റുക, ഈ ഒരു രീതിയിൽ ഭയങ്കര അഡിക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു, അവരുടെ അക്കാഡമിക് പെർഫോമൻസസ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ദേ സ്റ്റാർട്ട് ടു കെയർ ലെസ് ആൻഡ് ലെസ് അബൌട്ട് ദിയർ പേഴ്സണൽ അപ്പിയറൻസസ്. ഒട്ടും അവർ ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറയുന്നത് ഡ്രോപ്പ് ഇൻ അക്കാഡമിക് എന്താ പറയുക പെർഫോമൻസസ്, പേഴ്സണൽ ഹൈജീൻ ഒന്നും ശ്രദ്ധിക്കില്ല, ക്ലാസ്സിലൊക്കെ വരാണ്ടാവും, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ആബ്സെൻസ് ഉണ്ടാവും, ആരോടും സംസാരിക്കില്ല, ഭയങ്കര ഐസൊലേറ്റഡ്, ഡിപ്രസ്ഡ്, ഭയങ്കര ടയേർഡായിരിക്കും. അഥവാ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു റിബല്യസ് ബിഹേവിയറും കാര്യങ്ങളും കാണിക്കും. ദേ ലൂസ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്, വേറെ ഒരു കാര്യത്തിൽ അവർക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല, അവരുടെ സ്ലീപ്പിംഗ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് എല്ലാം മാറും. they start to lose weight and appetite എല്ലാം ലോസ്റ്റ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ when they don't get money, they start doing several things to get money.
അവർക്ക് ചിലപ്പോൾ ശമ്പളം കിട്ടിയാൽ ശമ്പളമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഫുൾ കുടിച്ചും കഴിച്ചൊക്കെ തീർക്കും. ദർ ഹാവ് ബീൻ നമ്മൾ വാർഡിൽ തന്നെ കേസസൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കിടക്കുന്ന കേസസ് കാണണം. And they'll cause not only themselves, they'll cause severe distress to family also, അല്ലേ? Mental and financial distresses to the family and friends also. So these are the effects, some effects. അതുപോലെ തന്നെ നമുക്ക് പറയാം ഡ്രഗ് അബ്യൂസേഴ്സിൽ നമ്മൾ പറഞ്ഞു എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം ഡ്രഗ് അബ്യൂസേഴ്സ് കാണും. അപ്പം ഇറ്റ്സ് പോസിബിലിറ്റി അല്ലേ IV ഡ്രഗ് അബ്യൂസേഴ്സിന് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ അഗെയിൻ ആൽക്കഹോൾ യൂസ് കാരണം ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലിവർ സിറോസിസ് ആൻഡ് നെർവസ് സിസ്റ്റത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. സംടൈംസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് പീരിയഡിൽ ആൽക്കഹോൾ വല്ലാണ്ട് കഴിച്ച് കഴിഞ്ഞ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫീറ്റസും ആൽക്കഹോൾ ഡിപ്പെൻഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ജനിക്കുന്ന ഫീറ്റസിലൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ വരും. ബേബി അഡിക്റ്റഡ് ആയിപ്പോവും. ബേബിക്ക് ഭയങ്കര അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാവും. സോ ആൽക്കഹോൾ ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ് എ സിവിയർ ഡേഞ്ചറസ് തിങ് ടു ഡു. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് പേഴ്സൺസിൽ കാണുന്ന ഒരു നാർക്കോട്ടിക്സ് യൂസാണ്. എല്ലാവരും ചെയ്യുന്നു എന്നല്ല, സർട്ടൻ സ്പോർട്സ് പീപ്പിൾ മൈറ്റ് മിസ്യൂസ് ദ ഡ്രഗ്സ്. അവരെന്തൊക്കെ ഡ്രഗ്സാണ് യൂസ് ചെയ്യുന്നത്? ദേ യൂസ് അനാൽജസിക്സ്, narcotic analgesics and steroids and diuretics and certain hormones. These are the categories of drugs that the sportsmen might exploit. ഏതൊക്കെയാണ്? അനാൽജസിക്സ് ഉണ്ട്, സ്റ്റെറോയിഡ്സ് ഉണ്ട്, ഡയൂററ്റിക്സ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അത് എന്തിനാണ്? ടു ഇൻക്രീസ് ദിയർ മസിൽ സ്ട്രെങ്ത്, കുറച്ചുകൂടെ ബൾക്ക്, മസിൽ ബൾക്കൊക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി. ചിലരൊക്കെ ഉണ്ട് സ്റ്റെറോയിഡ്സ് വല്ലാണ്ട് എടുത്തിട്ട് മസിൽ ബൾക്കൊക്കെ അറ്റൈൻ ചെയ്യും. അവർക്ക് ഒരു അഗ്രസീവ്നെസ്, ഒരു അത്ലറ്റിക് ബിൽഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പെർഫോമൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ദേ സ്റ്റാർട്ട് ടു മിസ്യൂസ് ദീസ് ഡ്രഗ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിറോയിഡ്സ്, എസ്പെഷ്യലി സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഫീമെയിൽസ് ആണ് സ്റ്റിറോയിഡ്സ് എടുക്കുന്നതെങ്കിൽ തിങ്ക് അബൌട്ട് ലൈക്ക് ഒരു മെയിൽ മാസ്കുലിനൈസേഷൻ ആണ് അവർക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? മൊത്തത്തിൽ അവർക്ക് കുറച്ച് മൂഡ് സിംറ്റംസ് ഉണ്ടാവും. ഫീമെയിൽസ് ആണെങ്കിലും നമുക്ക് എന്തുണ്ട്? മൂഡ് സിംറ്റംസ് ഉണ്ട്. മൂഡ് സിംറ്റംസ് ഏതൊക്കെയാണ്? പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാകും. പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഒരു സെക്ഷുവൽ ഫങ്ഷനിങ്ങിലും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. ലൈക്ക് എന്തൊക്കെയാണ്? റീപ്രൊഡക്റ്റീവ് ഫങ്ഷനിങ്ങിലും പ്രശ്നങ്ങളുണ്ടാവും. ഏതൊക്കെയാണ്? മെൻസ്ട്രൽ സൈക്കിൾസ് അബ്നോർമൽ ആവും. ഓക്കെ, ദർ ഈസ് എൻലാർജ്ഡ് ക്ലിറ്ററിസ് ആൻഡ് ദെൻ ദർ ഈസ് ഹെയർ, ബോഡി ഹെയർ കൂടും, എക്സസീവ് ഹെയർ ഓൺ ദ ഫേസ് ആൻഡ് ബോഡി. ആൻഡ് വോയിസും എന്താവും? മോർ ഒരു ഡീപ്പ് വോയിസ് ആയിട്ട് വരാൻ തുടങ്ങും. സോ ദീസ് ആർ ദ ചേഞ്ചസ് ദാറ്റ് യു ക്യാൻ സീ. എന്തൊക്കെയാണ് അപ്പോൾ ഉണ്ടാവുന്നത്? മൂഡ് ഡിപ്രഷൻ ഉണ്ടാവാം, മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവും. റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിൾ എഫക്റ്റഡ് ആയിരിക്കും. ക്ലിറ്ററൽ എൻലാർജ്മെൻറ്റ് ഉണ്ടാവും. അതിന് നമ്മൾ ക്ലിറ്ററോമെഗാലി എന്നാണ് വിളിക്കുക. ഓക്കെ, ക്ലിറ്ററൽ എൻലാർജ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ എന്താണ് ഉണ്ടാവുന്നത്? ബോഡി ഹെയർസ് അല്ലേ, എക്സസീവായിട്ട് ബോഡിയിൽ, ഫേസിലും ബോഡിയിലും ഹെയർ വളരാൻ തുടങ്ങും. അതൊക്കെ ഒരു മെയിൽ പാറ്റേൺ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. മെയിൻലി മാസ്കുലനൈസേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹെയർ ഓൺ ഫേസ് ആൻഡ് ബോഡി കൂടും. ആൻഡ് ദർ ഇസ് ഡീപ്പ് വോയിസ് ഒക്കെ വരും. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ ഫീമെയിൽസ്. ഇനി മെയിൽസിൽ എന്താണ് ഉണ്ടാകുന്നത്? മെയിൽസ് എടുക്കുകയാണെങ്കിലും മെയിൽസിൽ നമുക്ക് എന്തുണ്ടാവും? ഈ പറഞ്ഞ മൂഡ് സ്വിങ്സും ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അവർക്ക് മോർ ലൈക്ക് ഒരു ഫീമെയിൽ ആ ഒരു രീതിയിലാണ്, മാസ്കുലൈസേഷൻ ഫെമിനൈസ്ഡ് ആവുന്ന പോലെയാണ് ഉണ്ടാവുക. അവർക്ക് എന്തുണ്ടാവും? റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ടെസ്റ്റിക്കിൾസ്. അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എഫക്റ്റഡ് ആവും. ഇവിടെ മെൻസ്ട്രൽ സൈക്കിൾ ഓൾട്ടഡ് ആകുമ്പോൾ ഇവിടെ ഡിക്രീസ്ഡ് സ്പേം പ്രൊഡക്ഷൻ ആണ്. ദർ ഇസ് ഡിക്രീസ്ഡ് സ്പേം പ്രൊഡക്ഷൻ ആൻഡ് സൈസ് ഓഫ് ടെസ്റ്റിക്കിൾസ് ഓൾസോ decreases. And also there is breast enlargement. breast നല്ല വലുതാവും. മെയിൽ സെക്സിൽ എന്തുണ്ടാവുന്ന ബ്രസ്റ്റ് എൻലാർജ്ഡ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗൈനക്കോമാസ്റ്റിയ എന്ന് വിളിക്കുന്നത്. ഗൈനക്കോമാസ്റ്റിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്തുണ്ടാവും? ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റും ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് ദർ ഇസ് എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവാം. സോ എന്തൊക്കെയാണുള്ളത്? മെയിൽസിലാണെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അവർക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ കുറയും, സൈസ് ഓഫ് ദ ടെസ്റ്റിക്കിൾസ് കുറയും, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താകും? എൻലാർജ്ഡ് ആവും. അതുപോലെ തന്നെ ബ്രസ്റ്റും അതുപോലെ എൻലാർജ്ഡ് ആവും. ഓക്കെ, ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. അതുകൂടാണ്ട് കിഡ്നിയുടെ ലിവറിൻ്റെ ഫങ്ഷനിങ് എഫക്റ്റഡ് ആവും. ഒരു പ്രിമച്വർ ബോൾഡ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ,
ആൻഡ് ഓൾസോ ഇത് അഡോളസെൻറ്റ് പീരിയഡിലുള്ള അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ സ്റ്റെറോയിഡ്സിൻ്റെയൊക്കെ മിസ്യൂസ് ഉണ്ടായാൽ ഇറ്റ് കോസസ് ഏർലി ഗ്രോത്ത് പ്ലേറ്റ് ക്ലോഷേഴ്സ് ഒക്കെ ഉണ്ടാവും, പ്രിമച്വർ ക്ലോഷർ ഓഫ് സെൻറ്റേഴ്സ് ഓഫ് ലോങ് ബോൺ. അപ്പോൾ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആണ്. ഓക്കെ, നമ്മുടെ ഈ ഗ്രോത്ത് പ്ലേറ്റ് മൊത്തമായിട്ട് വളർന്ന് ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ, മെച്യൂർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോങ് ബോൺസ് വളരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏർലി ക്ലോഷർ ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് അറിയേണ്ടത്. എന്തൊക്കെയാണ് അറിയേണ്ടത്? ജനറൽ സൈഡ് എഫക്ട്സ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. മെയിൻലി വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ steroids, anabolic steroids യൂസ് ചെയ്ത ഫീമെയിൽസിലും മെയിൽസിലും എന്ത് സിംറ്റംസ് ആണുള്ളതെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇസ് ദറ്റ് ക്ലിയർ? മെയിൽസിലാകുമ്പോൾ ഒരു ഫെമിനൈസേഷൻ ആ ഒരു രീതിയിലുള്ള സിംറ്റംസും, ഫീമെയിൽസിലാകുമ്പോൾ മാസ്കുലിനൈസേഷൻ രീതിയിലുള്ള സിംറ്റംസും, പിന്നെ ജനറൽ മൂഡ് സിംറ്റംസും ആണുള്ളത്. മെയിൽസിൽ പിന്നെ ലിവർ, കിഡ്നി ഡിസ്ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാവും. അഡോളസെൻറ്റ് പീരിയഡിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ യു സ്റ്റാർട്ട് ടു ഡെവലപ്പ് പ്രിമച്വർ ക്ലോഷർ ഓഫ് ഗ്രോത്ത് പ്ലേറ്റ് ഉണ്ടാവും ആൻഡ് ദെർ വിൽ ബി സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഇനി എപ്പോഴും പറയുന്ന കാര്യം തന്നെ പറയാനുള്ളൂ, ഇറ്റ്സ് ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ എ ക്യൂർ. അപ്പോൾ നമുക്ക് ഈ ഒരു അബ്യൂസ് അല്ലെ അഡിക്ഷൻസിൻ്റെ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാം? ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? യു ക്യാൻ അവോയ്ഡ് പിയർ പ്രഷർ. ഓക്കെ, എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്? അവരുടേതായ രീതിയിലുള്ള എബിലിറ്റീസ് ഉണ്ട്. ദേ മൈറ്റ് ബി ട്രൈങ്, സംടൈംസ് ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു പെർഫോം അക്കോർഡിംഗ്ലി. ബട്ട് ആ സമയത്ത് പേരൻസ് എന്നുള്ള രീതിയിലോ എല്ലാവരുമായിട്ട് കമ്പാരിസൺ അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ പ്രഷേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് ദം, ആ ഒരു കാര്യം. പിന്നെ ദർ ഇസ് എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ലൈക്ക് ഇഫ് ദർ ഇസ് എനി പ്രോബ്ലം യു ക്യാൻ കൺസിഡർ കൗൺസിലിംഗ്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പേരൻസിനെ കൗൺസിൽ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾ അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കൗൺസിൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. വി ക്യാൻ ടെൽ ദ ചിൽഡ്രൻ ടു ചാനലൈസ് ദ എനർജി ടു ഹെൽത്തി പെർസ്യൂട്ട്സ് ലൈക്ക് സ്പോർട്ട്. നല്ല രീതിയിലുള്ള ഹോബീസിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം. റീഡിങ്, മ്യൂസിക്, യോഗ അങ്ങനത്തെ കാര്യം. പിന്നെ ഇഫ് അറ്റ് ഓൾ ഇഫ് യുവർ ചിൽഡ്രൻ ആർ ആങ്ഷ്യസ് ഓർ വെറീഡ് ഓർ ദേ വോണ്ട് ടു കൺവേ ടു യു ടു സംതിങ്, ആ രീതിയിലുള്ളൊരു ഓപ്പൺനെസ് വേണം പാരൻസിന്. ഓക്കെ, ആൻഡ് പിയേഴ്സ് ലൈക്ക് സംടൈംസ് ദ യങ് പീപ്പിൾ ജസ്റ്റ് നീഡ് ടു വെൻറ്റ് ഔട്ട് ദിയർ ഫീലിങ്സ്. ഓക്കെ, ആ ആങ്സൈറ്റിയും ഗിൽട്ടും ഒക്കെ ജസ്റ്റ് പറഞ്ഞു തീർത്താൽ മതി. ആൻഡ് ഓൾസോ ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻസ്. ഇഫ് someone among you feel like is having an alcohol or any kind of addiction, try to talk to them or convey the people necessary and then seeking professional help. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള അഡിക്ഷൻസും കാര്യങ്ങളും വന്നാൽ there are several supports that you can use. എന്തൊക്കെയാണ്? സൈക്കോളജിസ്റ്റുകളുടെ സപ്പോർട്ടുണ്ട്, സൈക്യാട്രിസ്റ്റിൻ്റെ സപ്പോർട്ടുണ്ട്, there are de-addiction centers and rehabilitation programs. കാരണം ഒരു പരിധിയിൽ കൂടുതൽ എല്ലാം വന്നു കഴിഞ്ഞാൽ it is never ever good for your health. Okay, so these are the things that you should know when it comes to അബ്യൂസ്. നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഡ്രഗ് എന്താണ്, നമ്മൾ നോർമലി ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഒരു അബ്യൂസ് എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ അബ്യൂസ് എന്ന് പറയുന്നത്? when it is used for a purpose other than medical purpose in an amount and frequency that can affect your physical, physiological and psychological functioning. അപ്പോഴാണ് നമ്മൾ അബ്യൂസ് എന്ന് പറയുക, ഡ്രഗ് അബ്യൂസ് എന്ന് പറയുക. ആൻഡ് നമ്മൾ 3 കാറ്റഗറിയിലുള്ള ഡ്രഗ്സിനെ പറ്റിയും അവരെ ടേബിളാക്കി പഠിച്ചു. ആൻഡ് യു ഗൈസ് അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടേബിൾ ഒട്ടിച്ച് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഐ നോട്ട് ഗോയിങ് ത്രൂ ദിസ് അഗെയിൻ. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ടെക്സ്റ്റിൽ ഇങ്ങനെ റിങ് സ്ട്രക്ചേഴ്സ് ഉള്ളത് മോർഫിനും, ഒറ്റ റിങ് മാത്രം വരുന്നത് കാനബിനോയിഡ്സും ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാംഫുൾ എഫക്ട്സിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ദെൻ വാട്ട് ആർ ദ റീസൺസ് വൈ അഡോളസെൻറ്റ് കിഡ്സ് ഗോ ടു ഡ്രഗ് അബ്യൂസ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ അഡിക്ഷൻ ഉണ്ടാവുന്നു, ടോളറൻസ് കൂടുന്നു, ഹയർ ഡോസസ് കഴിക്കേണ്ടി വരുന്നു, ഡിപ്പെൻഡൻ്റ് ആവുന്നു, വിഡ്രോവൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു, മൊത്തത്തിലുള്ള സോഷ്യൽ ബിഹേവിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോസ്റ്റ് ആവുന്നു. ആൻഡ് എന്തൊക്കെയാണ് ഈ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സ്പോർട്സ് പീപ്പിൾ അങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇൻ ഫീമെയിൽസ് ആൻഡ് മെയിൽസ് എന്താണ് വരുന്നത്? ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് ദീസ്? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനു മുമ്പ് നമ്മൾ ക്യാൻസറും എയ്ഡ്സും പറഞ്ഞു. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. മൊത്തം ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് കംപ്ലീറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് എ വെരി വാസ്റ്റ് ചാപ്റ്റർ ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ഓരോ കാര്യങ്ങളും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് ഐ ഓൾവേസ് ടെൽ, ഫോർ യു ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ലൈഫ്. ഓക്കെ, സോ സ്റ്റേ എക്സൈറ്റഡ്. ഇപ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് പറ്റിയാൽ ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുക. കീപ്പ് ഓൺ ഡൂയിങ്. ക്വസ്റ്റ്യൻസ് കണ്ട് തന്നെ റെഡി ആവണം. ഓക്കെ, സോ
ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഈ ചാപ്റ്ററൊക്കെ പഠിക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. എല്ലാം ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഷാൽ ഐ വൈൻഡ് അപ്പ്? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ എസ്പെഷ്യലി ഈ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് തിങ്സ്. ഓക്കെ, എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ പറയുമോ ക്ലിയർ ആണോ എന്ന്? ക്ലിയർ ആണെങ്കിൽ വിൽ വൈൻഡ് അപ്പ്. ഷാൽ വി? എസ്പെഷ്യലി ഡിസീസസ്, കോസറ്റീവ് ഓർഗാനിസംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഡയഗ്രംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിട്ടുപോവുക. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മുകളിലൊരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യണം. ആ QR കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് അതിൽ പറയുന്നുണ്ട്. ട്രൈ ടു ഗോ ത്രൂ ദോസ്. ഓക്കെ, അങ്ങനെയുള്ള അസുഖങ്ങളിലൂടെയൊക്കെ പോകാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അനദർ എക്സാമ്പിൾ ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അല്ലേ? ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലാണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ SLE എന്ന് പറയുന്നൊരു അസുഖമുണ്ട്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമെറ്റോസിസ്. ദറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത് തന്നെ 3 കാറ്റഗറി ഒക്കെ ഉണ്ട്. ദറ്റ് സംതിങ് ഔട്ട് ഓഫ് യുവർ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഐ ഹോപ്പ് ഒരു അനദർ എക്സാമ്പിൾ ചോദിച്ചു. SLE ഈസ് എ ഡിസീസ്. ഓക്കെ, ലൂപ്പസ്. പിന്നെ ആക്ച്വലി ഈ ആർത്രൈറ്റിസിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട്. ഓട്ടോഇമ്യൂൺ ഡിസീസസ് ആർ ക്വൈറ്റ് ഡെഡ്ലി. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? സോ ഐ ഹോപ്പ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ആൾ. എല്ലാവരും പോയിട്ട് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കിടിലനായിട്ട് ചാപ്റ്റർ പഠിക്കുക കേട്ടോ. സോ താങ്ക് യു.